വെൽക്കം ടു CHEB ആസ്പിറൻസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 1075/2026 എന്ന കോഡോട് കൂടിയ CHEBയുടെ ജൂനിയർ ക്ലർക്കിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് കേട്ടോ. അതിലെ കോപ്പറേറ്റീവ് ലോയുടെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം കോപ്പറേറ്റീവ് ലോ അങ്ങനെ കംപ്ലീറ്റ് ചെയ്ത് വരാം. അതുപോലെ ഇനി കുറച്ച് കോഡുകളും കൂടി നമ്മുടെ ഈ വർഷത്തെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് പഠിക്കാനുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, മറ്റ് സബ്ജക്റ്റുകളും അക്കൗണ്ടൻസി ഒക്കെ ചെയ്യുമോ എന്നുള്ള കമൻസൊക്കെ ഞാൻ കണ്ടു. നമുക്ക് ചെയ്യാം കേട്ടോ. അക്കൗണ്ടൻസിയും ബാങ്കിങ്ങും എല്ലാം ചെയ്യാം. നമ്മൾ ഫെബ്രുവരി വരെ നമ്മൾ ചെയ്തിരുന്നു. ബാക്കിയുള്ള മാർച്ചിൽ നടന്ന എക്സാമുകളും അതിന് തുടർന്ന് വരുന്ന എക്സാമുകളും ഒക്കെ നമുക്ക് ചെയ്യാം. അക്കൗണ്ടൻസി അതുമായി ബന്ധപ്പെട്ട് കോസ്റ്റിങ്ങിൻ്റെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയ ഏരിയ ഉണ്ട്, നമുക്ക് പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ചെയ്യാം കേട്ടോ. ഓക്കെ. അപ്പോൾ ആദ്യം നമ്മൾ കോപ്പറേറ്റീവിലോ ജസ്റ്റ് കംപ്ലീറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ കോപ്പറേറ്റീവിലോ തുടർന്ന് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ കോഡോടുകൂടി ക്വസ്റ്റ്യൻ പേപ്പറിൽ 15 ക്വസ്റ്റ്യൻസും അതിൻ്റെ അനുബന്ധ വിവരങ്ങളും നന്നായി ചർച്ച ചെയ്ത് പഠിക്കാം കേട്ടോ. ഓക്കെ. അപ്പോൾ 1075/25 കോപ്പറേറ്റീവ് ലോ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ കോപ്പറേറ്റീവ് ലോ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ് എടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ തന്നെ നമ്മുടെ എല്ലാ വീഡിയോസിൻ്റെയും PDF നോട്ട്സ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. പെയ്ഡ് ഗ്രൂപ്പാണ്, ടെലഗ്രാം വഴിക്കാണ് നമ്മൾ ക്ലാസ്സൊക്കെ കണ്ടക്ട് ചെയ്യുന്നത്. കോപ്പറേറ്റീവിലും എല്ലാം നമ്മൾ പഠിപ്പിച്ച് കഴിഞ്ഞതാണ്. ഇതുപോലെ ഡിസ്കഷൻസിൻ്റെ നോട്ട്സാണ് ഇപ്പോൾ അവിടെ ഇട്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. നമ്മളിതിൽ ഡിസ്കസ് ചെയ്യുന്നു, അതിലിടുന്നു, അങ്ങനെ. അപ്പോൾ നമുക്ക് നോക്കാം കേട്ടോ കോപ്പറേറ്റീവിയുടെ ക്വസ്റ്റ്യൻസ്. ഒന്നാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ എക്സ് ഒഫീഷ്യോ മെമ്പർ ഓഫ് ദ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഓഫ് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്. അപ്പോൾ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ എക്സ് ഒഫീഷ്യോ മെമ്പർ അല്ലാത്തതാണ് ചോദിച്ചിട്ടുള്ളത്. നോട്ടാണല്ലോ വന്നിട്ടുള്ളത്. അപ്പോൾ അല്ലാത്തതാണ് ചോദിച്ചിട്ടുള്ളത്. പ്രത്യേകം ശ്രദ്ധിക്കണം ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ. അപ്പോൾ ഓപ്ഷൻസ് ഏതൊക്കെയാണ് തന്നിട്ടുള്ളതെന്ന് വെച്ചാൽ, സെക്രട്ടറി തന്നിട്ടുണ്ട്, ഗവൺമെൻറ് കോർപ്പറേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ സെക്രട്ടറി തന്നിട്ടുണ്ട്, രജിസ്ട്രാർ തന്നിട്ടുണ്ട്, പിന്നെ ഓഡിറ്റ് ഡയറക്ടർ തന്നിട്ടുണ്ട് കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ തന്നെ, പിന്നെ ചീഫ് ജനറൽ മാനേജർ, അതായത് നബാർഡിൻ്റെ റീജിയണൽ ഓഫീസ്, കേരളത്തിലെ റീജിയണൽ ഓഫീസിൻ്റെ ചീഫ് ജനറൽ മാനേജറാണ് ഓപ്ഷൻസിൽ തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കത് ഇവിടുന്ന് പഠിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചാപ്റ്റർ 3 വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആ ഭാഗം. KCS റൂൾസിലെ ചാപ്റ്റർ 3 എന്ന് പറഞ്ഞിട്ട് റൂൾ 28A പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്, സ്പെഷ്യൽ പ്രൊവിഷൻസ് ഇൻ റെസ്പെക്ട് ഓഫ് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്. അപ്പോൾ ആ ഭാഗം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഭാഗത്തിലാണ് ഇത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. വേറെയും കുറച്ച് പോയിൻറ്റുകളുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ആ ഒരു ക്വസ്റ്റ്യൻ്റെ റിലേറ്റഡ് മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. 4 എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സാണ് ഉള്ളത്. എത്ര എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സാണുള്ളത് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിൽ? 4 എക്സ് ഒഫീഷ്യോയിൽ ഒന്ന് സെക്രട്ടറിയാണ്, അത് നമ്മൾ സെക്രട്ടറി അവിടെ ഉണ്ട്. പിന്നെ രജിസ്ട്രാറാണ്, അതും അവിടെ ഉണ്ട്, ഓപ്ഷനിലുണ്ട്. പിന്നെ ഉള്ളത് ചീഫ് ജനറൽ മാനേജറാണ്, അതും ഓപ്ഷനിലുണ്ട്. അപ്പോൾ ഓപ്ഷനിൽ ഇല്ലാത്തത് ഏതാണ്? മാനേജിങ് ഡയറക്ടർ. എന്തിൻ്റെ? നമ്മുടെ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ ആണല്ലോ പഠിക്കുന്നത്. അപ്പോൾ അതിൻ്റെ മാനേജിങ് ഡയറക്ടർ അല്ലെങ്കിൽ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ എന്നറിയപ്പെടുന്ന ആൾ അവിടെ എക്സ് ഒഫീഷ്യോ മെമ്പറാണെന്ന് കൂടി ഓർത്തിരിക്കുക. അപ്പോൾ അതാണ് അവിടെ ഇല്ലാത്തത്. അപ്പോൾ ഇല്ലാത്തത് ചോദിച്ചു കഴിഞ്ഞാൽ ഓഡിറ്റ് ഡയറക്ടർ കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റാണ്. ഇതില്ല. ഇതിന് പകരം നമുക്ക് അവിടെ വേണ്ടത് എന്താണ്? കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്, അതായത് കേരള ബാങ്കിൻ്റെ തന്നെ മാനേജിങ് ഡയറക്ടർ, MD ഓർ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറാണ് അവിടെ വരേണ്ടത് കേട്ടോ. അപ്പോൾ 4 എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സ് ആരൊക്കെയാണ്? സെക്രട്ടറിയാണ്, ഒന്ന് ഗവൺമെൻറ് ഓഫ് കേരള സെക്രട്ടറി, രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്, ചീഫ് ജനറൽ മാനേജർ നബാർഡിൻ്റെ റീജിയണൽ ഓഫീസിലെ ചീഫ് ജനറൽ മാനേജർ, പിന്നെ മാനേജിങ് ഡയറക്ടർ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസിൻ്റെ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ലിമിറ്റഡ് ആണ് എന്നും കൂടി ഓർത്ത് വയ്ക്കുക കേട്ടോ. ഓക്കെ. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. The application for the appointment of co-opted members and with their experience and qualifications along with the resolution of the board of directors of the society shall be considered by the registrar and issue permission for the appointment of such co-opted members or deny the application within എത്ര ദിവസത്തിനകം എന്നാണ് ചോദിച്ചിട്ടുള്ളത്? within -days. അപ്പോൾ കോപ്റ്റഡ് മെമ്പേഴ്സിൻ്റെ കാര്യം എവിടെയാണ് പറയുന്നത്? അതുമായി കണക്ട് ചെയ്തിട്ടുള്ള റൂൾ എന്താണ്? റൂളിൽ പറയുന്നുണ്ട് ക്വാളിഫിക്കേഷൻ ആൻഡ് അപ്പോയിൻമെൻറ്റ് ഓഫ് കോപ്റ്റഡ് മെമ്പേഴ്സ്. അപ്പോൾ നിങ്ങൾ ആ ഭാഗത്തുനിന്ന് പഠിക്കേണ്ടത് ഏതാണ്? 37A ആണ് പഠിക്കേണ്ടത് കേട്ടോ. ഓക്കെ. അപ്പോൾ ഓരോ ഭാഗവും ഇങ്ങനെ കണക്ട് ചെയ്ത് കൊണ്ടുവരിക. കോപ്റ്റഡ് മെമ്പേഴ്സിൻ്റെ റൂൾ ഏതാണ്? റൂള് 37A പറയുന്നത് ക്വാളിഫിക്കേഷൻ, അവർക്ക് എന്ത് ക്വാളിഫിക്കേഷനാണ് വേണ്ടത്, അവരെങ്ങനെയാണ് അപ്പോയിൻമെൻറ്റ് നടത്തേണ്ടത്. കോപ്റ്റഡ് മെമ്പേഴ്സ് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരെ നമുക്ക് എന്ത് ചെയ്യാം? റെപ്രസെൻറ്റേറ്റീവ്സിന് വെക്കാം. കോപ്റ്റഡ് മെമ്പേഴ്സ് പെയ്ഡ് കൊടുക്കുകയാണ്. അവരെ നമ്മൾ നമ്മുടെ സർവീസിന് വേണ്ടി സെലക്ട് ചെയ്ത് കൊണ്ടുവരികയാണ്, കോപ്റ്റ് ചെയ്ത് കൊണ്ടുവരികയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ എത്ര പേരെ കൊണ്ടുവരാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 പേരെയാണ് കൊണ്ടുവരിക. കോപ്റ്റ് ചെയ്യുന്നത് എത്ര പേരെയാണ്? 2 പേഴ്സൺസിനെയാണ് കോപ്റ്റ് ചെയ്യുക കേട്ടോ. സോ ആ പോയിൻ്റ് ഒന്ന് നോട്ട് ചെയ്യണം. 2 പേഴ്സൺസിനെയാണ്. അവർ പെയ്ഡ് സർവീസ് ഒന്നെങ്കിൽ കൊമേഴ്ഷ്യൽ ബാങ്കിൽ ആവാം, വർക്ക് ചെയ്യുന്നവരാവാം, അല്ലെങ്കിൽ
കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിലാവാം, അർബൻ കോപ്പറേറ്റീവ് ബാങ്കിലാവാം, കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് നമ്മുടെ കാസ്കാഡ് ബാങ്കിലാവാം, പ്രൈമറി PCARTBയിലാവാം. അങ്ങനെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ മാനേജീരിയൽ കേഡറിൽ കേട്ടോ, അവർക്ക് മാനേജീരിയൽ കേഡറിലായിരിക്കണം. പിന്നെ അതേപോലെ സാധാരണക്കാരൊന്നും പറ്റില്ല കേട്ടോ, 10 ഇയേഴ്സ് മിനിമം സർവീസ് വേണം. കാരണം നമ്മൾ പറഞ്ഞു എക്സ്പീരിയൻസ്ഡ് ആയിരിക്കണം, അതിന് വേണ്ടിയിട്ടാണ് കോപ്റ്റ് ചെയ്യുന്നത്. അവരുടെ സേവനം നമ്മുടെ സംഘത്തിന് ആവശ്യമുണ്ട് അല്ലേ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ മാനേജീരിയൽ കേഡറിലുള്ള പ്രവൃത്തി പരിചയം വേണം 10 വർഷത്തെ എന്നാണ് പറയണത് കേട്ടോ. പിന്നെ ഗ്രാജുവേഷൻ, അവരുടെ യൂണിവേഴ്സിറ്റി റെക്കഗ്നൈസ് ചെയ്യുന്ന ഗ്രാജുവേഷൻസും കാര്യങ്ങളും UGC എന്താണോ പറഞ്ഞിട്ടുള്ളത് അതിന് അക്വയർഡ് ആയിട്ടുള്ള ഗ്രാജുവേഷൻ വേണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതിൽ പറയുന്ന ഒരു പോയിൻ്റാണ് കോപ്റ്റഡ് മെമ്പേഴ്സ് ഷോൾ നോട്ട് ഹാവ് എനി ഡിസ്ക്വാളിഫിക്കേഷൻ അണ്ടർ ദ കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടിലെ ഡിസ്ക്വാളിഫിക്കേഷൻസ് പറയുന്നുണ്ട്. പക്ഷേ ഈ കോപ്റ്റഡ് മെമ്പേഴ്സിന് അതൊന്നും ബാധകമല്ല എന്നാണ് പറയുന്നത് കേട്ടോ. കോപ്റ്റഡ് മെമ്പേഴ്സ് ഷോൾ നോട്ട് ഹാവ് എനി ഡിസ്ക്വാളിഫിക്കേഷൻ. അത് കഴിഞ്ഞ് പറയണതാണ് നമ്മൾ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ള ഒരു സെൻറ്റൻസ്. അത് ഈ പാരഗ്രാഫിൽ നിന്നാണ് ചോദിച്ചിട്ടുള്ളത്. ദ അപ്പോയിൻമെൻറ്റ് ഓഫ് ദ കോപ്റ്റഡ് മെമ്പേഴ്സ് അല്ലെങ്കിൽ റെപ്രസെൻറ്റേറ്റീവ്സ് ഷാൾ ബി ഡൺ ഓൺലി വിത്ത് ദ പ്രയർ അപ്രൂവൽ ഓഫ് ദ രജിസ്ട്രാർ. രജിസ്ട്രാറിന് മുൻകൂർ സമ്മതം വാങ്ങി മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ കോപ്റ്റഡ് മെമ്പേഴ്സിൻ്റെ അപ്പോയിൻമെൻറ്റ് നടത്താൻ പാടുള്ളൂ. എങ്ങനെയാണ് പറയുന്നത്? ദ അപ്പോയിൻമെൻറ്റ് ഓഫ് ദ കോപ്റ്റഡ് മെമ്പേഴ്സ് ഓർ റെപ്രസെൻറ്റേറ്റീവ് ഷാൾ ബി ഡൺ ഓൺലി വിത്ത് ദ പ്രയർ അപ്രൂവൽ ഓഫ് ദ രജിസ്ട്രാർ. അതിനുവേണ്ടി സൊസൈറ്റി എന്ത് ചെയ്യുന്നു? ഒരു ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്നു. അലോങ് വിത്ത് ഒരു ബോർഡിൽ റെസല്യൂഷൻ പാസ്സാക്കണം കേട്ടോ. ബോർഡിൽ റെസല്യൂഷൻ പാസ്സാക്കിയിട്ടാണ് ഈ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ ബോർഡിൽ റെസല്യൂഷൻ പാസ്സാക്കുന്നു എന്തിനു വേണ്ടി? ഈ അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ട്. ഇത്തരത്തിലുള്ള കോപ്റ്റഡ് മെമ്പേഴ്സിന് അവർ കറക്റ്റായിട്ടുള്ള എക്സ്പീരിയൻസും ക്വാളിഫിക്കേഷൻസും ഒക്കെ വെച്ചിട്ട് തിരഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. അവർക്ക് വേണ്ടിയിട്ട്, അവരെ അപ്പോയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രയർ അപ്രൂവൽ ആരുടെ വാങ്ങിക്കണം? രജിസ്ട്രാർ വാങ്ങിക്കും വേണം. അതിനുശേഷം അപ്ലിക്കേഷൻ കൊടുക്കുകയാണ് ആർക്ക്? രജിസ്ട്രാർക്ക് കൊടുക്കണം. ദ രജിസ്ട്രാർ ആണ് ഷാൾ കൺസിഡർ ദ ആപ്ലിക്കേഷൻ. രജിസ്ട്രാർ എന്നിട്ട് കൺസിഡർ ചെയ്യണം എന്ത്? ഈ പെർമിഷൻ തിരിച്ചു കൊടുക്കണം. അപ്പോയിൻമെൻറ്റ് നടത്താൻ വേണ്ടിയിട്ടുള്ള അംഗീകാരം എന്ന് നമ്മൾ പറയില്ലേ, ചെയ്തോളൂ ആളെ ഓക്കെ ആണെന്ന് പറഞ്ഞിട്ട് ഒരു അംഗീകാരം കൊടുക്കണ്ടേ. അപ്പോൾ അതാണ് കോപ്റ്റഡ് മെമ്പേഴ്സ് ഓർ ഡിനേ ദ ആപ്ലിക്കേഷൻ. ഒന്നെങ്കിൽ തടയാം, വേണ്ട ശരിയാവില്ല എന്ന് പറഞ്ഞിട്ട് പ്രോപ്പർ റീസൺസ് വേണം കേട്ടോ. അല്ലാതെ രജിസ്ട്രാർക്ക് എന്തെങ്കിലും ഒരു കാരണവുമില്ലാതെ ഇയാളെ വെക്കാൻ പറ്റില്ല എന്ന് പറയാൻ പറ്റില്ല. വ്യക്തമായ കാരണങ്ങളുണ്ടെങ്കിൽ വെക്കണ്ട എന്ന് പറയാം, അല്ലെങ്കിൽ എന്താണ് അപ്രൂവ് കൊടുക്കാം. അപ്പോൾ അതിനാണ് വിത്തിൻ 1 month ഫ്രം ദ ഡേറ്റ് ഓഫ് റിസിപ്റ്റ് ഓഫ് ദ ആപ്ലിക്കേഷൻ. അപ്പോൾ സംഘം ഒരാളെ കണ്ടെത്തുകയും അയാളുടെ ക്വാളിഫിക്കേഷൻസും എക്സ്പീരിയൻസും ഒക്കെ ബോധിക്കുകയും അവർ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് റെസല്യൂഷൻ പാസ്സാക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ നേരെ രജിസ്ട്രാർ അടുത്തേക്ക് ആപ്ലിക്കേഷൻ വിടുകയാണ്. അപ്പോൾ രജിസ്ട്രാർ എന്താ ചെയ്യണത്? രജിസ്ട്രാർ പറയുകയാണ് പ്രോപ്പർ റീസൺസൊക്കെ നോക്കി കറക്റ്റ് ആണെന്ന് കണ്ടുകയാണെങ്കിൽ വിത്തിൻ 1 month 1 month ഇവിടെ ഉത്തരമായിട്ട് വരിക കേട്ടോ. ആപ്ലിക്കേഷൻ അംഗീകരിക്കുകയാണ് കേട്ടോ, ചെയ്തോളാൻ പറയുകയാണ്. അപ്പോൾ അതാണ് 1 month ഇവിടെ. അപ്പോൾ ഇവിടെ ഉത്തരം ഏതാ വരിക? 1 month വരിക കേട്ടോ. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട റൂൾ ഏതാ? റൂള് 37A ആണ് കേട്ടോ. റൂൾ 37A ആണ് പറയുന്നത്. പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ദ കമ്മിറ്റി ഓഫ് എ സൊസൈറ്റി ഷോൾ കോൾ എ സ്പെഷ്യൽ ജനറൽ ബോഡി മീറ്റിംഗ്. വിളിച്ചു കൂട്ടുകയാണ് കമ്മിറ്റി വിത്തിൻ ഡാഷ് ഫ്രം ദ ഡേറ്റ് ഓഫ് റെസിപ്റ്റ് ഓഫ് എ റിക്വസിഷൻ ഫ്രം ദ രജിസ്ട്രാർ. ഓക്കെ, അപ്പോൾ അത് 3 months ഉണ്ട്, 2 months ഉണ്ട്, 45 days ഉണ്ട്, 1 month ഉണ്ട്. അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ ജനറൽ ബോഡി എന്ന് പറയുമ്പോൾ നമ്മൾ സെക്ഷൻ 30 സ്പെഷ്യൽ ജനറൽ ബോഡി മീറ്റിംഗ് ആണ് സെക്ഷൻ 30. അപ്പോൾ സെക്ഷൻ 30 കണ്ടീഷനിൽ പറയുന്നുണ്ട് എന്ത്? ദ കമ്മിറ്റി ഓഫ് എ സൊസൈറ്റി മേ അറ്റ് എനി ടൈം കോൾ എ സ്പെഷ്യൽ ജനറൽ ബോഡി മീറ്റിംഗ് ഓഫ് ദി സൊസൈറ്റി. അപ്പോൾ കോൾ സച്ച് എ മീറ്റിംഗ് വിത്തിൻ 1 month ആഫ്റ്റർ റിസിപ്റ്റ് ഓഫ് എ റിക്വസിഷൻ ഇൻ റൈറ്റിംഗ് ഫ്രം ദ രജിസ്ട്രാർ. രജിസ്ട്രാറിൽ നിന്നും റിക്വസിഷൻ കിട്ടി 1 മാസത്തിനകമാണ് എന്ത് ചെയ്യുന്നത്? വിത്തിൻ 1 month ആണ് സ്പെഷ്യൽ ജനറൽ ബോഡി വിളിച്ചു ചേർക്കേണ്ടത്. അപ്പോൾ അതാണ് 1 month ഇവിടെ ഉത്തരം വരുന്നത് കേട്ടോ. 1 month. അപ്പോൾ സ്പെഷ്യൽ ജനറൽ ബോഡി മാത്രമല്ല എല്ലാ ജനറൽ ബോഡിയും പഠിക്കണം കേട്ടോ. റെപ്രസെൻറ്റേറ്റീവ് ജനറൽ ബോഡിയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്, അപ്പോൾ അതും നോക്കണം. സ്പെഷ്യൽ ജനറൽ ബോഡി നോക്കണം, എല്ലാം നോക്കണം. അപ്പം ദ കമ്മിറ്റി ഓഫ് എ സൊസൈറ്റി മേ അറ്റ് എനി ടൈം, എപ്പോൾ വേണമെങ്കിലും സ്പെഷ്യൽ ജനറൽ ബോഡി വിളിക്കാം. പിന്നെ വിളിച്ചു കഴിഞ്ഞാൽ 1 മാസത്തിനകം ഈ റിക്വസിഷൻ രജിസ്ട്രാറിൽ നിന്ന് റിട്ടേണായി കിട്ടിയ റിക്വസിഷൻ കിട്ടി 1 മാസത്തിനകം ഇത്തരത്തിലുള്ള മീറ്റിങ്ങുകൾ കണ്ടക്ട് ചെയ്യാം എന്നാണ് പറയുന്നത്. റൂൾ 36 കൂടി അതിൻ്റെ കൂടെ നമ്മൾ പഠിക്കണം.
സെക്ഷൻ 30ഉം റൂൾ 36ഉം രണ്ടും കണക്ട് ചെയ്ത് പഠിച്ചാലേ സ്പെഷ്യൽ ജനറൽ ബോഡി ആയിട്ടുള്ള കാര്യങ്ങൾ മൊത്തം നമുക്ക് കവറപ്പ് ചെയ്തു എന്ന് പറയാൻ പറ്റുള്ളൂ. പവർ ടു കാൾ സ്പെഷ്യൽ ജനറൽ ബോഡിയിലും എന്ത് പറയുന്നുണ്ട്, ഇന്നത്തെ കണ്ടീഷൻസ് പറയുന്നുണ്ട്. അപ്പോൾ സെക്ഷൻ 30 റൂൾ 36 സ്പെഷ്യൽ ജനറൽ ബോഡി മീറ്റിംഗ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് not less than dash notice shall be given to the members of the committee of a society by the officer duly authorized by the registrar for convening the meeting to consider a non-confidence motion against the president. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് മനസ്സിലായി പ്രസിഡൻറ്റിനെതിരെ അവിശ്വാസ പ്രമേയം ുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യനാണെന്ന് മനസ്സിലായില്ലേ. അവിശ്വാസ പ്രമേയത്തിൻ്റെ ക്വസ്റ്റ്യനാണ്, എത്ര നാൾ നോട്ടീസ് കൊടുക്കണം മെമ്പേഴ്സിനെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട സെക്ഷൻ ഏതാ, 28AB ആണ് കേട്ടോ. 28AB സെക്ഷനാണ്. സെക്ഷൻ 28ABയും റൂള് 43A രണ്ടും ഒന്ന് നോക്കിയിട്ട് അതിലത്തെ കണ്ടീഷൻസൊക്കെ നോക്കണം. 28AB എലക്ഷൻ ആൻഡ് റിമൂവൽ ഓഫ് പ്രസിഡൻറ്റ്, വൈസ് പ്രസിഡൻറ്റ് എക്സെട്ര. അപ്പോൾ ഈ ചോദ്യം ചോദിച്ചിട്ടുള്ളത് 43A എന്നാണ് കേട്ടോ. റൂൾ 43A എന്നാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. അവിടെ പറയുന്നത് റിമൂവൽ ഓഫ് പ്രസിഡൻറ്റ്, വൈസ് പ്രസിഡൻറ്റ് ബൈ എങ്ങനെ, അവിശ്വാസ പ്രമേയം, നോ കോൺഫിഡൻസ് മോഷൻ വഴി. അപ്പോൾ ഒരു സെൻറ്റൻസ് ശ്രദ്ധിക്കണം. ഈ കമ്മിറ്റി ഷാൾ റിമൂവ്, ആരാ റിമൂവ് ചെയ്യുന്നത്, കമ്മിറ്റിയാണ് അല്ലേ. അവിശ്വാസ പ്രമേയം പ്രകാരം ആര് റിമൂവ് ചെയ്യുന്നു, കമ്മിറ്റി റിമൂവ് ചെയ്യുന്നു. ആരേനൊക്കെ റിമൂവ് ചെയ്യുന്നു എന്നുള്ളൊരു പോയിൻ്റ് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രസിഡൻറ്റ് അങ്ങനെ റിമൂവ് ചെയ്യുന്നുണ്ട്, വൈസ് പ്രസിഡൻ്റ് ഉണ്ട്, ട്രഷറർ ഉണ്ട്. അതുപോലെ ഓർ എനി അതർ ഓഫീസർ ഓഫ് ദ കമ്മിറ്റി ഫ്രം ഹിസ് ഓഫീസ് ബൈ എ നോ കോൺഫിഡൻസ് മോഷൻ എന്നുള്ള സെൻറ്റൻസ് വെച്ചാൽ തുടങ്ങണത് തന്നെ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു സെൻറ്റൻസിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. കമ്മിറ്റിക്കാണ് റിമൂവ് ചെയ്യാൻ പറ്റുക എന്നും പ്രസിഡൻറ്റിനെയും വൈസ് പ്രസിഡൻറ്റിനെയും ട്രഷററിനെയും അതുപോലെ എനി അതർ ഓഫീസർ ഓഫ് ദ കമ്മിറ്റിയെയും അവരുടെ ഓഫീസിൽ നിന്ന് നീക്കം ചെയ്യാൻ എന്തിനു സാധിക്കും, ഈ നോ കോൺഫിഡൻസ് മോഷന് സാധിക്കും എന്ന കാര്യം ഒന്ന് മനസ്സിലാക്കാം. പിന്നെ ഈ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് എനി ഓഫീസർ ഡ്യൂലി ഓതറൈസ്ഡ് ബൈ ദ രജിസ്ട്രാർ ഓതറൈസ് ചെയ്യുന്ന എനി ഓഫീസർ കൺസേൺഡ് ഇൻ ദിസ് ബിഹാഫ്, ഇതിൽ കൺസേൺ ചെയ്തിട്ടുള്ള ആളാണ് എന്ത് ചെയ്യുക, ഈ മോഷന് വേണ്ടിയിട്ടുള്ള മീറ്റിംഗ് അറേഞ്ച് ചെയ്യേണ്ടത് അല്ലേ. അത് സൊസൈറ്റിയുടെ ഓഫീസിൽ ഒരു ഡേറ്റ് ആൾ തീരുമാനിച്ച ഡേറ്റിൽ കണ്ടക്ട് ചെയ്യാമെന്നാണ്. അപ്പോൾ അതിന് shall not be later than 30 days from the date on which the copy of the motion referred to in clause 1 was delivered to the registrar. The said officer shall give to the members not less than 15 clear days notice such meeting and of the time appointed thereof. അതാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഉത്തരം വന്നിട്ടുള്ളത് എത്ര ദിവസം നോട്ടീസ് കൊടുക്കണം എന്നായിരുന്നു. ഇവിടെ 15 days ക്ലിയർ ഡേയ്സ് നോട്ടീസാണ് ഇവിടെ കൊടുക്കേണ്ടത്. അപ്പോൾ മോഷൻ അതായത് തീരുമാനിച്ചു ഇയാൾക്കെതിരെ ഇങ്ങനെ അവിശ്വാസം വേണം, അവിശ്വാസം പാസ്സാക്കണമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ രജിസ്ട്രാറിനെ എന്ത് ചെയ്യും, അറിയിക്കുകയാണ് ചെയ്യുക. രജിസ്ട്രാറാണ് എന്ത് ചെയ്യുക, ഇത് കിട്ടി ഈ പറഞ്ഞ ഉദ്യോഗസ്ഥനെ പറഞ്ഞയക്കേണ്ടത്. 1 മാസത്തിനകം പറഞ്ഞയക്കണം കേട്ടോ. അതിനകം ഇയാൾ എന്ത് ചെയ്യണം, ഈ മീറ്റിംഗ് കണ്ടക്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ അവ ചെയ്തിരിക്കണം എന്നാണ് പറയണത്. വിച്ച് ഷാൾ ബി ലേറ്റർ ദാൻ 30 days ഫ്രം ദ ഡേറ്റ് ഓൺ വിച്ച് ദ കോപ്പി ഓഫ് മോഷൻ റിഫേർഡ് ടു ക്ലോസ് 1 പ്രകാരമുള്ള കോപ്പി രജിസ്ട്രാറിൽ നിന്ന് ഡെലിവർ ചെയ്ത് കിട്ടിയ അന്ന് മുതൽ 30 ദിവസത്തിനകം 30 daysനകം ആൾ എന്ത് ചെയ്യണം, ഇത്തരത്തിലുള്ള മീറ്റിംഗ് കണ്ടക്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ അറേഞ്ച് ചെയ്യേണ്ടത് ആളാണ്. രജിസ്ട്രാറിനെ മുൻനിർത്തിയിട്ട് ഈ വ്യക്തി അല്ലെങ്കിൽ ഈ ഓഫീസറാണിത് ചെയ്യേണ്ടത്. ഓക്കെ, മോഷൻ പാസ്സാക്കേണ്ടതും അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യേണ്ടതും. അപ്പോൾ ആളത് ആ 30 daysഉം ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. 30 daysനുള്ളിൽ ആളിതൊക്കെ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മീറ്റിങ്ങിന് നോട്ടീസ് കൊടുക്കുന്നതാണ് പറയുന്നത്. 15 days ക്ലിയർ ഡേയ്സ് നോട്ടീസ് കൊടുക്കണം മീറ്റിംഗ് കണ്ടക്ട് ചെയ്യാൻ കേട്ടോ. ആളെ അപ്പോയിൻറ്റ് ചെയ്തിട്ട് ഉള്ള 15 days നോട്ടീസാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഉത്തരം മനസ്സിലായി വിചാരിക്കുന്നു. ഏതാ, 15 ദിവസമാണ് കേട്ടോ. 15 ക്ലിയർ ഡേയ്സ് നോട്ടീസാണ്. നമ്മൾ മാർക്ക് ചെയ്തിട്ടില്ല, മാർക്ക് ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് ബാഡറ്റാണ് കേട്ടോ. ദ ബാഡറ്റ് ആൻഡ് ലോസസ് ഓഫ് എ സൊസൈറ്റി വിച്ച് ആർ സർട്ടിഫൈഡ് ഇറക്കവറബിൾ എന്ന് പറഞ്ഞ ഓഡിറ്റർ സർട്ടിഫൈ ചെയ്തു കേട്ടോ. അപ്പോൾ അത് റിട്ടേൺ ഓഫ് ചെയ്യണം.
അപ്പോൾ റിട്ടേൺ ഓഫ് ചെയ്യുന്ന കാര്യമാണ് പറയുന്നത്. ദ ബാഡ് ഡെറ്റ്സ് ആൻഡ് ലോസസ് ഓഫ് എ സൊസൈറ്റി വിച്ച് ആർ സർട്ടിഫൈഡ് ആസ് ഇറക്കവറബിൾ ബൈ ദ ഓഡിറ്റേഴ്സ് മേ ബി റിട്ടേൺ ഓഫ് വിത്ത്. അപ്പോൾ ഏതൊക്കെയാണ് ഓപ്ഷൻ വന്നിട്ടുള്ളത്? അപ്രൂവൽ ഓഫ് ദ ജനറൽ ബോഡി ആണോ, സാങ്ഷൻ ഓഫ് ദ രജിസ്ട്രാർ ആണോ, അതോ അപ്രൂവൽ ഓഫ് ദ ജനറൽ ബോഡി ആൻഡ് സാങ്ഷൻ ഓഫ് ദ രജിസ്ട്രാർ ഉണ്ടോ, അപ്രൂവൽ ഓഫ് ദ ജനറൽ ബോഡി ആൻഡ് സാങ്ഷൻ ഓഫ് ഗവൺമെൻറ് ആണോ വേണ്ടത് എന്നാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ബാഡ് ഡെറ്റ് സർട്ടിഫൈ ചെയ്തു. ആരാ സർട്ടിഫൈ ചെയ്യുന്നത്? ഓഡിറ്ററാണ് സർട്ടിഫൈ ചെയ്യുന്നത്. ഇറക്കവറബിൾ ആണെങ്കിൽ തിരികിട്ടില്ല എന്നുള്ള ഒരു തീരുമാനത്തിലെത്തി. അതുകൊണ്ടാണ് അങ്ങനെ സർട്ടിഫൈ ചെയ്തത് അല്ലേ. അപ്പോൾ അത് തീരുമാനിച്ചു. അപ്പോൾ അതിന് ആരുടെ റിട്ടേൺ ഓഫ് ചെയ്യണമെങ്കിൽ ആരുടെ പെർമിഷൻ വേണം എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് അതുമായി കണക്ട് ചെയ്തിട്ടുള്ള സെക്ഷൻ പഠിക്കാം. റൈറ്റിംഗ് ഓഫ് റൂളിലാണ് പറഞ്ഞത് കേട്ടോ. റൂൾ 62 റൈറ്റിംഗ് ഓഫ് ബാഡ് ഡെറ്റ്സ് ആൻഡ് ലോസസ് എന്നത് കേട്ടോ. റൂൾ 62 പഠിക്കുക. റൂൾ 62 ആ ഭാഗം അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ആ ഭാഗത്തുനിന്ന് നിറയെ ക്വസ്റ്റ്യൻസ് കയറി വരുന്നുണ്ട്. നോക്കുക. സച്ച് ഓഫ് ദ ഡ്യൂസ് ടു ദ സൊസൈറ്റി ഇൻക്ലൂഡിങ് ലോൺസ് ആൻഡ് ഇൻട്രസ്റ്റ് വിച്ച് ആർ ഫൗണ്ട് ഇറക്കവറബിൾ ആണ്, അല്ലെങ്കിൽ അത് ഓഡിറ്റർ ഡ്യൂലി സർട്ടിഫൈ ചെയ്തു. 63 പ്രകാരം അപ്പോയിൻറ്റ് ചെയ്യപ്പെട്ട 63 പ്രകാരമാണ് ഓഡിറ്ററിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ അപ്പോയിൻറ്റ് ചെയ്യപ്പെട്ട ഓഡിറ്റർ സർട്ടിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ആരുടെ റിട്ടേൺ ഓഫ് ചെയ്യണമെങ്കിൽ ആരുടെ അപ്രൂവൽ വേണം? ജനറൽ ബോഡിയുടെയും രജിസ്ട്രാറുടെയും സാങ്ഷൻ വേണം. അപ്രൂവൽ ഓഫ് ദ ജനറൽ ബോഡി ആൻഡ് സാങ്ഷൻ ഓഫ് ദ രജിസ്ട്രാർ എന്നാണ് ഉത്തരം കേട്ടോ. അപ്രൂവൽ ഓഫ് ദ ജനറൽ ബോഡി അതുതന്നെയാണ് ഓപ്ഷൻ സി കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്രൂവൽ ഓഫ് ദ ജനറൽ ബോഡി ആൻഡ് സാങ്ഷൻ ഓഫ് ദ രജിസ്ട്രാർ എന്ന് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് ഓപ്ഷൻ. ആ വാക്ക് തന്നെയാണ് അവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്രൂവൽ ഓഫ് ദ ജനറൽ ബോഡി ആൻഡ് സാങ്ഷൻ ഓഫ് ദ രജിസ്ട്രാർ എന്ന് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ റൂൾ 62 ഇത് കിടക്കുന്നത്. അപ്പോൾ അത് പഠിക്കാം. ഓക്കെ. ഇനി രണ്ടാമത്തെ സബ് റൂളായിട്ട് പറഞ്ഞിട്ടുള്ളത് ബിഫോർ സാങ്ഷൻ ഫോർ ദ റൈറ്റ് ഓഫ് ഈസ് അക്കോർഡഡ് ദ ഒപ്പീനിയൻ ഓഫ് ഫിനാൻസിങ് ബാങ്കിനും കൂടി ഒബ്റ്റെയിൻ ചെയ്യണം കേട്ടോ. സൊസൈറ്റി ഏത് ഫിനാൻസിങ് ബാങ്കിലാണോ ഇൻഡെപ്റ്റ് ചെയ്തിട്ടുള്ളത് അവരോടും കൂടി ഒന്ന് സാങ്ഷൻ വാങ്ങിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ അതും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അപ്രൂവൽ ഓഫ് ദ ജനറൽ ബോഡി ആൻഡ് സാങ്ഷൻ ഓഫ് ദ രജിസ്ട്രാർ കൂടാതെ വേറൊരാളുടെ ഒപ്പീനിയൻ കൂടി നോക്കണം. അതാരുടെയാണ്? ഫിനാൻസിങ് ബാങ്ക് ഇൻഡെപ്റ്റഡ് കേട്ടോ. ആരെയാണോ ഏത് ഫിനാൻസിങ് ബാങ്കിലാണോ അവർ ഉള്ളത് അപ്പോൾ ആ ഫിനാൻസിങ് ബാങ്കും കൂടി നോക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 3 ആൾക്കാർ വരുന്നുണ്ട്. ജനറൽ ബോഡി, സാങ്ഷൻ ഓഫ് ദ രജിസ്ട്രാർ, കൂടാതെ ഫിനാൻസിങ് ബാങ്ക് ഉണ്ട്. പക്ഷേ ഫിനാൻസിങ് ബാങ്ക് രണ്ടാമത്തെ സബ് റൂളായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ അപ്രൂവൽ ഓഫ് ദ ജനറൽ ബോഡി ആൻഡ് സാങ്ഷൻ ഓഫ് ദ രജിസ്ട്രാർ ആണ് ഉത്തരമായിട്ട് വരിക കേട്ടോ. ഓക്കെ. അപ്പം ഇനി അടുത്തത് നോക്കാം. ഇൻ റൂൾ 56 ഷോർട്ട് ടേം ലോൺ എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ്. റൂൾ 56 ഷോർട്ട് ടേം ലോൺ എന്ന് പറഞ്ഞാൽ എന്താണ് മീൻസ്. അപ്പോൾ റൂൾ 56 പറയുന്നത് തന്നെ റെസ്ട്രിക്ഷൻ ഓൺ ഗ്രാൻഡ് ഓഫ് ലോൺസ് ആണ്. ലോൺസ് പ്രൊവൈഡ് ചെയ്യുന്നതിൽ ഗ്രാൻഡ് ചെയ്യുന്നതിൻ്റെ റെസ്ട്രിക്ഷൻസ് അതിനെക്കുറിച്ചിട്ടാണ് നമ്മൾ എന്തിൽ പറയുന്നത്? റൂൾ 56 പറയുന്നത്. അപ്പോൾ അതിൽ പറയുന്നുണ്ട് എന്താണ് ഷോർട്ട് ടേം ലോൺ എന്ന് പറയുന്നുണ്ട്. നോ അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റി. വേറെയും കുറച്ച് കണ്ടീഷൻസ് സബ് റൂൾ 1ഉം 2ലൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ 3 മാത്രമേ എടുത്തിട്ടുള്ളൂ. 3ലാണത് പറയുന്നത്. നോ അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റി വിത്ത് അൺലിമിറ്റഡ് ലയബിലിറ്റി. അൺലിമിറ്റഡ് ലയബിലിറ്റി ഉള്ള അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റീസ് 5 വർഷത്തിൽ കൂടുതലുള്ള എന്ത് കൊടുക്കാൻ പാടില്ല? ലോൺസ് ഗ്രാൻഡ് ചെയ്യാൻ പാടില്ല എന്നാണ് പറയുന്നത് കേട്ടോ. എങ്ങനെ? അൺലിമിറ്റഡ് ലയബിലിറ്റി ഉള്ള അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റീസ് 5 വർഷത്തിൽ കൂടുതലുള്ള ലോൺസ് പ്രൊവൈഡ് ചെയ്യാൻ പാടില്ല. ഇവിടെ പറയുന്ന ഷോർട്ട് ടേം ലോൺ എന്ന് പറഞ്ഞാൽ ലോൺ റീപേയബിൾ ഫ്രം ദ സെയിൽ പ്രൊസീഡ്സ് ഓഫ് ദ നെക്സ്റ്റ് ഹാർവസ്റ്റ്. അടുത്ത ഹാർവസ്റ്റിൽ നിന്ന് ലഭിക്കുന്ന സെയിൽസ് പ്രൊസീഡ്സിങ്ങിൽ വെച്ചിട്ട് ലോൺ റീപേ ചെയ്യാം. ആസ് സൂൺ ആസ് ദേ ആർ റിയലൈസ്ഡ്. ഒന്നെങ്കിൽ അത് വിറ്റ് കിട്ടണം, അല്ലെങ്കിൽ വിത്തിൻ 1 ഇയർ ഫ്രം ദ ഡേറ്റ് ഓഫ് ദ ഗ്രാൻഡ് ഓഫ് ദ ലോൺ, അല്ലെങ്കിൽ 1 വർഷം തികയ്ക്കുക. വിച്ച് പീരീഡ് ഈസ് ലോങ്ങർ. ഏതാണോ ലോങ്ങർ അതാണ് ഈ ഷോർട്ട് ടേം ലോൺ എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഈ എക്സ്പ്ലനേഷനിൽ പറയുന്നത് കേട്ടോ. ഷോർട്ട് ടേം ലോൺ മീൻസ് ദ ലോൺ റീപേയബിൾ ഫ്രം ദ സെയിൽ പ്രൊസീഡ്സ് ഓഫ് ദ നെക്സ്റ്റ് ഹാർവെസ്റ്റ് ആസ് സൂൺ ആസ് ദേ ആർ റിയലൈസ്ഡ് ഓർ വിത്തിൻ 1 ഇയർ ഫ്രം ദ ഡേറ്റ് ഓഫ് ഗ്രാൻഡ് ഓഫ് ദ ലോൺ വിച്ച് അവർ പീരിയഡ് ഈസ് ലോങ്ങർ എന്നാണ് പറയണത്. അതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇത് തന്നെ നമ്മുടെ ഓപ്ഷനിൽ വന്നിട്ടുണ്ട്. ഓപ്ഷൻ ഡി ആണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ. ലോൺസ് റീപേയബിൾ ഫ്രം ദ സെയിൽ പ്രൊസീഡ്സ് ഓഫ് ദ നെക്സ്റ്റ് ഹാർവസ്റ്റ് ആസ് സൂൺ ആസ് ദേ ആർ റിയലൈസ്ഡ് ഓർ വിത്തിൻ 1 ഇയർ ഫ്രം ദ ഡേറ്റ് ഓഫ് ഗ്രാൻഡ് ഓഫ് ദ ലോൺ വിച്ച് അവർ പീരിയഡ് ഈസ് ലോങ്ങർ. ഓക്കെ. അപ്പോൾ റൂൾ 56 മനസ്സിലായെന്ന് വിചാരിക്കുന്നു. റെസ്ട്രിക്ഷൻ ഓൺ ഗ്രാൻഡ് ഓഫ് ലോൺസ് ആണ് കേട്ടോ. ഫുൾ കണ്ടീഷൻസും പറഞ്ഞിട്ടില്ല. ഈ ഒരു ക്വസ്റ്റ്യൻ്റെ
കണ്ടീഷൻ മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് നോ മീറ്റിംഗ് കുഡ് ബി ഹെൽഡ് ഫോർ വാണ്ട് ഓഫ് കോറം, or if the motion is not carried by the support of the majority of the members, no notice of any subsequent motion expressing want of confidence on the same president shall be allowed within a period of dash from the date of the meeting. ഇവിടെ എന്താ പറയണത്? അപ്പോൾ കോറന്ന് കണ്ടു, മെജോറിറ്റി ഇല്ല, മെജോറിറ്റി സപ്പോർട്ട് ചെയ്തില്ല, അതായത് ക്വാറം തികഞ്ഞില്ല, ഹെൽഡ് ഫോർ വാണ്ട് ഓഫ് കോറം, or if the motion is not carried by the support of majority of the members. അതായത് ഈ ഒരു കോറം ഉണ്ടെങ്കിലും ഇവർ സപ്പോർട്ട് ഇല്ലെങ്കിൽ, അതായത് ആരും സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ മോഷൻ പാസ്സാവില്ല. എന്ത്? ഈ പ്രസിഡൻറ്റിനെതിരെയുള്ള അവിശ്വാസ പ്രമേയത്തിൻ്റെ കാര്യമാണ് പറയണത് കേട്ടോ, നോ കോൺഫിഡൻസ് മോഷൻ്റെ കാര്യം തന്നെയാണ് പറയണത്. അത് പാസ്സായില്ലെങ്കിൽ പിന്നെ ഇതേ പ്രസിഡൻറ്റ്, അതാണ് പറയുന്നത്, സെയിം പ്രസിഡൻറ്റിനെതിരെ എത്ര കാലത്തേക്ക് നമുക്ക് അവിശ്വാസം പാസ്സാക്കാൻ പറ്റില്ല എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എത്ര കാലത്തേക്ക് പറ്റില്ല എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ റൂൾ 43A വീണ്ടും ആ ഭാഗം തന്നെ വന്നു കേട്ടോ. അപ്പോൾ ആ ഭാഗം നമ്മൾ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ കണ്ടു അല്ലേ, പിന്നെ വീണ്ടും അതേ ഭാഗം, ഒരു വ്യത്യാസവും ഇല്ല ചോദിക്കുക, ഒരേ ഭാഗത്തുനിന്ന് തന്നെ. അപ്പോൾ റൂൾ 43A പറയുന്നുണ്ട്, റിമൂവൽ ഓഫ് പ്രസിഡൻറ്റ്, വൈസ് പ്രസിഡൻറ്റ് ബൈ നോൺ കോൺഫിഡൻസ് മോഷൻ. അതിലെന്താ പറയണത്? ഇഫ് നോ മീറ്റിംഗ് കുഡ് ബി ഹെൽഡ് ഫോർ വാണ്ട് ഓഫ് കോറം ആസ് റിക്വയർഡ് അണ്ടർ ക്ലോസ് 5, ഓർ ഇഫ് ദ മോഷൻ ഈസ് നോട്ട് ക്യാരിഡ് ബൈ സച്ച് മെജോറിറ്റി ഇല്ലാത്തത് കൊണ്ടോ കോറം തികയാത്തത് കൊണ്ടോ ആവാം, അല്ലെങ്കിൽ ഈ ഒരു സെയിം പ്രസിഡൻറ്റിനെതിരെയോ വൈസ് പ്രസിഡൻറ്റിനെതിരെയോ ട്രഷറിനെതിരെയോ കമ്മിറ്റിയിലെ മെമ്പേഴ്സ് ഓഫീസേഴ്സിനെതിരെയോ ഒക്കെ 6 മാസത്തേക്ക് പിന്നെ എന്ത് ചെയ്യാൻ പാടില്ല, പിന്നെ ആ വ്യക്തിക്ക്, കാരണം അത് പരാജയപ്പെട്ടുല്ലോ, പരാജയപ്പെടുന്നത് മെമ്പേഴ്സ് അതിനെ സമ്മതിക്കാത്തത് കാരണമല്ലേ, അല്ലെങ്കിൽ അനുകൂലിക്കാത്തത് കാരണമാണല്ലോ കോറം തികയാത്ത ആൾക്കാർ വരാത്തത് അല്ലേ, അല്ലെങ്കിൽ മോഷൻ പാസ്സാവാനുള്ള മെജോറിറ്റി വരണില്ല. അപ്പോൾ അതാണ് പറയണത് കേട്ടോ. പിന്നെ 6 മാസക്കാലം ആ വ്യക്തിക്കെതിരെ അല്ലെങ്കിൽ ആ ഒരു പദവിയിലിരിക്കുന്ന ആൾക്കെതിരെ എന്ത് ചെയ്യാൻ പാടില്ല, പിന്നെ അവിശ്വാസത്തിൻ്റെ കാര്യം പറയാൻ പാടില്ല, ചെയ്യാൻ പാടില്ല. No notice of motion under this rule shall be allowed within 6 months from the date of assumption of office by the president or the vice president or the treasurer or any other officer of the committee. കൂടാതെ ഒരു കണ്ടീഷൻ കൂടി പറയുന്നുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആളിപ്പോൾ പിന്നെ ഡേറ്റ് ചാർജ് എടുത്തു എന്ന് വിചാരിക്കാം, ചാർജ് എടുത്ത് 6 മാസം വിത്തിൻ 6 മന്ത്സിനുള്ളിൽ അയാൾക്കെതിരെ മോഷൻ കൊണ്ടുവരാൻ പറ്റുമോ? അപ്പോഴും പറ്റില്ല കേട്ടോ. അപ്പോഴും നോട്ടീസ് ഓഫ് മോഷൻ കൊടുത്ത് ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ആൾ ജോയിൻ ചെയ്തിട്ടുള്ളൂ, അസംഷൻ ഓഫ് ഓഫീസ് ആയിട്ടുള്ളൂ, പ്രസിഡൻറ്റും വൈസ് പ്രസിഡൻറ്റും ട്രഷറർമാരും ആയിക്കോട്ടെ, ഓഫീസർ ഓഫ് ദ കമ്മിറ്റി ആരും ആയിക്കോട്ടെ, ആൾ ജോയിൻ ചെയ്ത് 6 മാസത്തിനകവും പറ്റില്ല. ഇനി ഇതിൽ പരാജയപ്പെട്ട് കഴിഞ്ഞാലും 6 മാസ കാലയളവിനുള്ളിൽ ആ സെയിം വ്യക്തി, സെയിം പ്രസിഡൻറ്റിനോ അല്ലെങ്കിൽ വൈസ് പ്രസിഡൻറ്റിനോ ട്രഷററിനോ ഓഫീസർ ഓഫ് ദ കമ്മിറ്റിക്കോ എതിരെ എന്ത് കൊണ്ടുവരാൻ പാടില്ല, അവിശ്വാസം കൊണ്ടുവരാൻ പാടില്ല എന്നാണ് എന്തിൽ പറയുന്നത്, റൂൾ 43A പറയണം കേട്ടോ. അപ്പോൾ 6 മന്ത്സാണ് ഇവിടെ ഉത്തരമായിട്ട് വരിക കേട്ടോ. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കണം കേട്ടോ. പിന്നെ അടുത്തത് ഒരു പോയിൻറ്റും കൂടി ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ അതുകൂടി നോക്കാം കേട്ടോ. അതായത് ഈ നോ കോൺഫിഡൻസ് മോഷൻ സൈൻ ചെയ്യണം, നോട്ട് ലെസ് ദാൻ 1/3 ടോട്ടൽ സ്ട്രെങ്ത് വേണം കേട്ടോ. അങ്ങനെയാണ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. നോട്ടീസ് ഓഫ് ഇൻറ്റൻഷൻ, അവർ തീരുമാനം എടുത്തു അവിശ്വാസം കൊണ്ടുവരാമെന്ന്. അങ്ങനെ കൊണ്ടുവരണമെങ്കിൽ എത്ര ആൾക്കാർ, 1/3 ഓഫ് ദ ടോട്ടൽ സ്ട്രെങ്ത് ഓഫ് ദ കമ്മിറ്റി എന്ത് ചെയ്യണം, ഇതിനെ അംഗീകരിക്കുന്നതായിട്ട് എന്ത് ചെയ്യണം, സൈൻ ചെയ്യണം. അപ്പം മാത്രമാണ്, അതാണ് പ്രപ്പോസ് ചെയ്യാനും മൂവ് ചെയ്യാനും ഒക്കെ പറ്റുള്ളൂ കേട്ടോ. എന്നിട്ട് അത് ആർക്ക് ഡെലിവർ ചെയ്യണം, രജിസ്ട്രാറിന് ഡെലിവർ ചെയ്യണം. ഒന്നെങ്കിൽ ഇൻ പേഴ്സൺ കൊണ്ടു കൊടുക്കാം, അല്ലെങ്കിൽ ബൈ എനി 2 മെമ്പേഴ്സ് സൈനിങ് ദ നോട്ടീസ്. ഇൻ പേഴ്സൺ കൊണ്ടു കൊടുക്കണം, അതിൽ 2 മെമ്പേഴ്സ് നോട്ടീസിൽ സൈൻ ചെയ്തിട്ടാണ് കൊണ്ടു കൊടുക്കുക കേട്ടോ. ഓക്കെ, ബൈ എനി 2 മെമ്പേഴ്സ് എന്നാണ് പറയുന്നത് കേട്ടോ. എനി 2 മെമ്പേഴ്സ് സൈനിങ് ദ നോട്ടീസിൽ പിന്നെ സൈൻ ചെയ്തിട്ട് വേണം ഇൻ പേഴ്സൺ ആയിട്ട് കൊണ്ടു കൊടുക്കാൻ. അപ്പോൾ ഷാൾ ബി ഡെലിവേർഡ് ടു ദ രജിസ്ട്രാർ ഇൻ പേഴ്സൺ ബൈ എനി 2 മെമ്പേഴ്സ് സൈനിങ് ദ നോട്ടീസ്. ഈ കണ്ടീഷൻസ് നോക്കി വയ്ക്കുക. 1/3 ടോട്ടൽ സ്ട്രെങ്ത് ഓഫ് ദ കമ്മിറ്റി സൈൻ ചെയ്യണം, എന്നാലേ ഇത് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ, ഈ മോഷൻ്റെ ഈ പ്രക്രിയ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അത് രജിസ്ട്രാർക്ക് ഡെലിവർ ചെയ്യണം, ഇൻ പേഴ്സണാണ് ഡെലിവറി ചെയ്യേണ്ടത്, ബൈ എനി 2 മെമ്പേഴ്സ് ഓഫ് ദ
മെമ്പേഴ്സ് സൈൻ ചെയ്യണം നോട്ടീസിൽ എന്നും കൂടി ഓർത്ത് വയ്ക്കും. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എ മെമ്പർ അഡ്മിറ്റഡ് ഡാഷ് ഇമ്മീഡിയറ്റ്ലി പ്രയർ ടു ദ ഡേറ്റ് ഓഫ് എലക്ഷൻ ഷാൾ നോട്ട് ഹാവ് ദ റൈറ്റ് ടു വോട്ട്. നമ്മൾ സ്ഥിരം ക്വസ്റ്റ്യൻ ആണ് അല്ലേ. അതായത് പ്രൊസീജിയർ റിഗാർഡിംഗ് കണ്ടക്ട് ഓഫ് എലക്ഷൻ ടു ദ കമ്മിറ്റി ഓഫ് സൊസൈറ്റി. സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷനാണ് എന്ത് നടത്തുന്നത്, എലക്ഷൻ കണ്ടക്ട് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അതിൻ്റെ പ്രൊസീജിയേഴ്സ് പറയുന്നതാണ് റൂൾ 35A പറയുന്നത്. റൂൾ 35A പറയുന്നത് കണ്ടക്ട് ചെയ്യുന്നത് ഇന്ന രീതിയിലാണ്, ഇന്ന കാര്യങ്ങളാണെന്നൊക്കെ പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ അവിടെ വരുന്ന ഒരു പോയിൻ്റാണ് ദ കമ്മിറ്റി ഷാൾ മീറ്റ് അറ്റ്ലീസ്റ്റ് 60 days പ്രയർ ടു ദ ഡേറ്റ് ഓഫ് എക്സ്പയറേഷൻ ഓഫ് ഇറ്റ്സ് ടേം. അതിൻ്റെ കാലാവധി തീരുന്നതിൻ്റെ, എക്സ്പയറി ആകുന്നതിൻ്റെ 60 ദിവസം മുൻപെങ്കിലും അറ്റ്ലീസ്റ്റ് അല്ലേ കമ്മിറ്റി എന്ത് ചെയ്യണം, ഒരു റെസൊല്യൂഷൻ പാസ്സാക്കിയിട്ട് ഡേറ്റ്, ടൈം, പ്ലേസ് ഫോർ ദ കണ്ടക്ട് ഓഫ് എലക്ഷൻ ടു ന്യൂ കമ്മിറ്റി ഫോം ചെയ്യാനുള്ള ഇത് ചെയ്തിരിക്കണം എന്നാണ് പറയുന്നത് കേട്ടോ. അത്തരത്തിൽ എ കോപ്പി ഓഫ് സച്ച് റെസൊല്യൂഷൻ ആർക്ക് സെൻഡ് ചെയ്യണം, സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷന് രജിസ്റ്റേർഡ് പോസ്റ്റായിട്ടോ അല്ലെങ്കിൽ ഇലക്ട്രോണിക് മീഡിയ എങ്ങനെയായാലും കുഴപ്പമില്ല, വിത്തിൻ എ വീക്ക് ത്രൂ ദ രജിസ്ട്രാർ. അപ്പോൾ ഈ വിത്തിൻ എ വീക്ക് ത്രൂ ദ രജിസ്ട്രാറും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. ആ ഒരു റൂൾ 35A ഒരുവിധം എല്ലാം ക്വസ്റ്റ്യൻസ് ആയിട്ട് വന്നിട്ടുള്ളതാണ്, ഓരോ പോയിൻറ്റും വിലപ്പെട്ടതാണ്. അപ്പം 35A ആത്മാർത്ഥമായിട്ടിരുന്ന് വായിച്ചു നോക്കുക കേട്ടോ. പ്രൊസീജിയർ റിഗാർഡിംഗ് കണ്ടക്ട് ഓഫ് എലക്ഷൻ ടു ദ കമ്മിറ്റി ഓഫ് സൊസൈറ്റീസ് ബൈ ദ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷനാണ്. അപ്പോൾ 60 ദിവസം ഇതിൻ്റെ കാലാവധി, എന്തിൻ്റെ കാലാവധി, കമ്മിറ്റിയുടെ കാലാവധി എക്സ്പയർ ചെയ്യുന്നതിൻ്റെ 60 ദിവസം മുന്നേ റെസൊല്യൂഷൻ പാസ്സാക്കി എന്ത് ചെയ്യണം, ഡേറ്റും ടൈമും പ്ലേസും എവിടെ വെച്ച് ഇലക്ഷൻ നടത്തണം എന്നുള്ളതൊക്കെ പുതിയ കമ്മിറ്റിയെ ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തീരുമാനിച്ച് അതിൻ്റെ റെസൊല്യൂഷൻ്റെ കോപ്പി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷന് കൊടുക്കണം. വിത്തിൻ എ വീക്കാണ് കൊടുക്കുക, ത്രൂ ദ രജിസ്ട്രാറിലൂടെയാണ് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ ഏതാ ഉത്തരം വരിക, 60 days ആണ് കേട്ടോ, വിത്തിൻ 60 days. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് നോ ട്രാൻസ്ഫർ ബൈ എ മെമ്പർ ഓഫ് ഹിസ് ഷെയർ ഇൻ എ സൊസൈറ്റി ഷാൾ ബി വാലിഡ് അൺലെസ്. അതായത് ട്രാൻസ്ഫർ ചെയ്യാൻ എത്ര നാൾ കയ്യിൽ വെക്കണം എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. സെക്ഷൻ 23 റെസ്ട്രിക്ഷൻ ഓൺ ട്രാൻസ്ഫർ ഓഫ് ഷെയർസ് ഓർ ഇൻട്രസ്റ്റ് കേട്ടോ. സെക്ഷൻ 23 അപ്പോൾ അതിൽ പറയുന്നുണ്ട്, അല്ലെങ്കിൽ പിന്നെ വാലിഡിറ്റി ഇല്ല എന്നാണ് പറയണത്. കയ്യിൽ വെക്കേണ്ട കാലയളവിനുള്ളിൽ വെക്കണം, അതിനുശേഷം മാത്രമേ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുള്ളൂ. അതിൻ്റെ റെസ്ട്രിക്ഷനെ കുറിച്ച് പറയുന്നതാണ് സെക്ഷൻ 23 കേട്ടോ. അപ്പോൾ 23 എന്തൊക്കെ കണ്ടീഷൻസ് ആണെന്ന് നോക്കാം, കുറച്ചേ ഉള്ളൂ. ദ ട്രാൻസ്ഫർ ഓഫ് ഷെയർ ഓർ ഇൻട്രസ്റ്റ് ഓഫ് എ മെമ്പർ ഇൻ ദ ക്യാപിറ്റൽ ഓഫ് എ സൊസൈറ്റി. ഓക്കെ, അവരുടെ ഷെയർ, താല്പര്യം എന്ന് പറയുന്നത് ക്യാപിറ്റലിലുള്ള താല്പര്യം, ഷെയർ ഷാൾ ബി സബ്ജക്റ്റ് ടു സച്ച് കണ്ടീഷൻ. ഇൻട്രസ്റ്റ് വെച്ചാൽ സച്ച് കണ്ടീഷൻസും റെസ്ട്രിക്ഷൻസും മാക്സിമം ഹോൾഡിങ്സൊക്കെ സെക്ഷൻ 22 പ്രകാരം പറഞ്ഞിട്ടുണ്ട്. അതിൽ പിന്നെ കറക്റ്റായിട്ട് ഫോളോ ചെയ്തിട്ടുണ്ടാവണം അവരുടെ ഷെയർ. നോ ട്രാൻസ്ഫർ ബൈ എ മെമ്പർ ഓഫ് ഹിസ് ഷെയർ ഓർ ഇൻട്രസ്റ്റ് ഇൻ എ സൊസൈറ്റി ഷാൾ ബി വാലിഡ് അല്ല. എങ്ങനെയാണെങ്കിൽ ദ മെമ്പർ ഹാസ് ഹെൽഡ് സച്ച് ഷെയർ ഓർ ഇൻട്രസ്റ്റ് ഫോർ നോട്ട് ലെസ് ദാൻ 3 years. ഓക്കെ, 3 വർഷം എന്ത് ചെയ്യണം, ഹെൽഡ് ചെയ്യണം ഷെയർ കേട്ടോ. പിന്നെ ട്രാൻസ്ഫർ ആര് അപ്രൂവ് ചെയ്യണം, കമ്മിറ്റി അപ്രൂവ് ചെയ്യണം. ഈ 2 കണ്ടീഷനും പഠിക്കണം. 3 വർഷം കയ്യിൽ വെക്കണം, പിന്നെ കമ്മിറ്റി എന്ത് ചെയ്യണം, ഇത് അപ്രൂവ് ചെയ്യും വേണം കേട്ടോ. 3 വർഷം കയ്യിൽ വെക്കണം, കമ്മിറ്റി അപ്രൂവ് ചെയ്യും വേണം. അപ്പോൾ ഇത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ 3 വർഷം കയ്യിൽ വെക്കണം, പിന്നെ കമ്മിറ്റി അപ്രൂവ് ചെയ്യണം. അപ്പോൾ ദ മെമ്പർ ഹാസ് ഹെൽഡ് സച്ച് ഷെയർസ് ഫോർ നോട്ട് ലെസ് ദാൻ 3 years ആൻഡ് ദ ട്രാൻസ്ഫർ ഈസ് അപ്രൂവ്ഡ് ബൈ ദ കമ്മിറ്റി ഓഫ് ദ സൊസൈറ്റി എന്നുള്ളതാണ് നമുക്ക് എന്ത് കൊടുക്കാം, ആൻസറായിട്ട് കൊടുക്കാൻ പറ്റുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഡി ആണ് ഉത്തരമായിട്ട് വരിക. ഓക്കെ, അപ്പോൾ അതാണ് 9ാമത്തെ. അപ്പോൾ ഏത് സെക്ഷനാണ് പഠിക്കുക, സെക്ഷൻ 23. സെക്ഷൻ 23 എന്താണ്, റെസ്ട്രിക്ഷൻ ഓൺ ട്രാൻസ്ഫർ ഓഫ് ഷെയർസ് ഓർ ഇൻട്രസ്റ്റ് കേട്ടോ. അപ്പോൾ ആ ഭാഗം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ആ ഭാഗം പഠിക്കണം കേട്ടോ. ഓക്കെ, അടുത്തത് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ഏതാ, 10ാമത്തെ ക്വസ്റ്റ്യനാണ് കേട്ടോ. ഡാഷ് പെർസെൻറ്റേജ് ഓഫ് ദ ടോട്ടൽ പോസ്റ്റ് ഓഫ് എംപ്ലോയീസ് ഓഫ് എവറി സൊസൈറ്റി ഷാൾ ബി റിസർവ്ഡ് ഫോർ ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് പേഴ്സൺസ് ആണ്.
അവർക്ക് എത്ര ശതമാനം ഡിസേബിലിറ്റി വേണം, എത്ര പെർസെൻറ്റേജ് ടോട്ടൽ പോസ്റ്റ് അവർക്ക് കൊടുക്കുന്നുണ്ട് എന്നും റിസർവ് ചെയ്തിട്ടുണ്ട് എന്നും അതിന് എത്ര ഡിസേബിലിറ്റി വേണം രണ്ടും ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രണ്ടും പഠിക്കണം. അപ്പോൾ അത് നോക്കാം. എസ്റ്റാബ്ലിഷ്മെൻറ്റിലാണ് പറയണത്. എസ്റ്റാബ്ലിഷ്മെൻറ്റിൻ്റെ 80-80 വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഭാഗമാണ് കേട്ടോ. കുറേ കണ്ടീഷൻസ് പറയുന്നുണ്ട്. അപ്പോൾ ആ ഭാഗമൊക്കെ നന്നായി മനസ്സിലാക്കി പോകണം. കാരണം എസ്റ്റാബ്ലിഷ്മെൻറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെന്ന് പറഞ്ഞാൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ, നമുക്ക് ഇൻ്റർവ്യൂവിന് പോയാലും ഒക്കെ നമുക്ക് ചോദിക്കാവുന്ന കാര്യങ്ങളാണ്. കാരണം നമുക്ക് അറിയണമല്ലോ, നമ്മുടെ പ്രായപരിധി ആണെങ്കിലും അല്ലെങ്കിൽ സർവീസിൻ്റെ കാര്യങ്ങളാണെങ്കിലും ഒക്കെ അറിയണം. അപ്പോൾ അതുകൊണ്ട് എസ്റ്റാബ്ലിഷ്മെൻറ്റ് വിട്ട് കളയരുത്. എസ്റ്റാബ്ലിഷ്മെൻറ്റ് വായിച്ച് മനസ്സിലാക്കിയെടുക്കണം കേട്ടോ. അപ്പോൾ നോട്ട് വിത്ത് സ്റ്റാൻഡിങ് എനിത്തിങ് എന്തൊക്കെ 1ലും 2ലും പറഞ്ഞിട്ടുണ്ടെങ്കിലും 4% കേട്ടോ ടോട്ടൽ പോസ്റ്റ് ഇൻ എവറി സൊസൈറ്റി. 4% ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റി 40% ഓർ എബവ് വേണം. 40% കൂടുതൽ ഉള്ളവർക്ക് മാത്രമാണ് 4% സംവരണം വന്നിട്ടുള്ളത് കേട്ടോ. എല്ലാവർക്കും അല്ല. അത് മെഡിക്കൽ ബോർഡ് സർട്ടിഫൈ ചെയ്യണം. ആരാണെന്ന് വെച്ചാൽ മെഡിക്കൽ ബോർഡ് സർട്ടിഫൈ ചെയ്ത് 40% മുകളിൽ ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആയ പേഴ്സൺസിന് മാത്രമാണ് 4% സംവരണം ഉള്ളത്. അപ്പം 4% 4% ഉണ്ട്, 40% ഉണ്ട്, രണ്ടും ഉണ്ട് കേട്ടോ. 4ഉം 40%. ഓക്കെ, അതാണ് ഉത്തരമായിട്ട് വരിക. പിന്നെ ഇതിലൊരു കണ്ടീഷൻ കൂടി ഇവരുടെ പറയണത് മോർ ദാൻ 10, അതായത് സൊസൈറ്റീസ് വിത്ത് മോർ ദാൻ 10 അല്ലെങ്കിൽ ബട്ട് ഫ്യൂർ ദാൻ 25 എംപ്ലോയീസ്. മോർ ദാൻ 10 ആവണം, എന്നാൽ 25 താഴെ ആവണം. ഈ ഒരു ലിമിറ്റിലുള്ള ഈ സാങ്ഷൻഡ് കാഡർ പോസ്റ്റിലുള്ളവർക്ക് അറ്റ്ലീസ്റ്റ് 1 പൊസിഷൻ ആർക്ക് റിസർവ് ചെയ്യണം എന്നാണ് പറഞ്ഞത്. ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആയ വ്യക്തികൾക്ക് റിസർവ് ചെയ്യണം എന്നാണ് പറയുന്നത് കേട്ടോ. മോർ ദാൻ 10 ആവണം, എന്നാൽ 25 താഴെ ആവും വേണം. അവിടെ ഒരു പോസ്റ്റാണ് ആർക്ക് കൊടുക്കുക, ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് പേഴ്സണ് റിസർവ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഓക്കെ, ആ ഒരു കണ്ടീഷൻ കൂടി നോക്കി വയ്ക്കാം. അപ്പോൾ ഇവിടെ ഉത്തരം നമ്മൾ പറഞ്ഞു 4ഉം 40ഉം ആണ് കേട്ടോ. അടുത്തത് അപ്പർ ഏജ് ലിമിറ്റ്. ഈ അതേ എസ്റ്റാബ്ലിഷ്മെൻറ്റ് തന്നെയാണ് അപ്പം വഹിച്ചിട്ടുള്ളത്. അപ്പർ ഏജ് ലിമിറ്റ് എവിടെ? കോപ്പറേറ്റീവ് സൊസൈറ്റീസിന് ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് പേഴ്സൺസിനാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പർ ഏജ് ലിമിറ്റ് എത്രയാണ്? അപ്പോൾ അതിന് നമ്മൾ റൂളാണ് റെഫർ ചെയ്യേണ്ടത് കേട്ടോ. എസ്റ്റാബ്ലിഷ്മെൻറ്റിൽ തന്നെ റൂള് 182ലാണ് ക്ലാസിഫിക്കേഷൻ്റെ കാര്യങ്ങളൊക്കെ പറയണത്. അത് കഴിഞ്ഞ് പിന്നെ 183 നമ്മുടെ ഏജ് ലിമിറ്റ് പറയും. അപ്പോൾ ഏജ് ലിമിറ്റിലാണ് ഇത് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് എല്ലാവരുടെ ഏജും, നമ്മളിപ്പോൾ ഹാൻഡിക്യാപ്ഡാണ് ചോദിച്ചത്, നമുക്ക് എല്ലാവരുടെ ഏജും ഒന്ന് നോക്കിയിട്ട് പോവാം. ചിലപ്പോൾ ഇനി വേറെ ആരെങ്കിലും ചോദിച്ചാലോ. അപ്പോൾ ഏജ് ലിമിറ്റിൽ നമുക്ക് എല്ലാവരുടെ ഏജും നോക്കിയിട്ട് പോവാം. ശ്രദ്ധിക്കുക കേട്ടോ. ഒരു കാൻഡിഡേറ്റ് അപ്പോയിൻമെൻറ്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് ഇതുപോലെ എക്സാമൊക്കെ എഴുതി നമ്മുടെ പോലെ ആണെങ്കിൽ 18 വയസ്സ് കംപ്ലീറ്റ് ചെയ്യണം. എന്നാൽ 40 വയസ്സ് ആവാനും പാടില്ല. 40 ഇയേഴ്സ് എന്നാവാൻ പാടില്ല. ഫസ്റ്റ് ഡേ ഓഫ് ജനുവരി ആണ് കേട്ടോ അവർ നോക്കുക. ഫസ്റ്റ് ഡേ ഓഫ് ജനുവരി ഇൻ വിച്ച് ആപ്ലിക്കേഷൻസ് ഓർ അപ്പോയിൻമെൻറ്റ്സ് ആർ ഇൻവൈറ്റഡ്. അന്ന് മുതൽ ആണ് കൺസിഡർ ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, ഒന്ന് ശ്രദ്ധിക്കുക. 18 വയസ്സ് കംപ്ലീറ്റ് ആവണം. മസ്റ്റ് ഹാവ് കംപ്ലീറ്റഡ് 18 ഇയേഴ്സ്. പക്ഷേ 40 വയസ്സ് അധികരിക്കാൻ പാടില്ല. ഫസ്റ്റ് ഡേ ഓഫ് ദ ജനുവരിയാണ് നോക്കുക എന്നാണ് ആപ്ലിക്കേഷൻസ് ഇൻവൈറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി അപ്പർ ഏജ് ലിമിറ്റ് ആരുടെ? SC/ST ആണെങ്കിൽ അപ്പർ ഏജ് ലിമിറ്റ് 5 വർഷം ഇളവുണ്ടെന്നാണ് പറയുന്നത് കേട്ടോ. നമുക്ക് നോർമലി പറഞ്ഞു 40 വയസ്സ് കൂടാൻ പാടില്ല എന്ന് പറഞ്ഞു. 40 പറയുന്നത്. അപ്പോൾ ആ 40 കൂടെ 5 വയസ്സും കൂടി ഇളവ് ആർക്കുണ്ട്? ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബിനുണ്ട്. ഇനി അതുപോലെ ഷെഡ്യൂൾഡ് കാസ്റ്റും ഷെഡ്യൂൾഡ് ട്രൈബും ആയിട്ടുള്ള അഡൾട്ട് മെമ്പർ മറ്റ് കൺവേർട്ട് ചെയ്യൂല മറ്റ് റിലീജിയൻസിന് അവർക്കുണ്ട് കേട്ടോ. അഡൾട്ട് മെമ്പേഴ്സ് ഓഫ് സച്ച് ട്രൈബ്സിനും അതുപോലെ അവരുടെ ചിൽഡ്രൻസിനും അങ്ങനെ ഉണ്ടാവുന്ന കുഞ്ഞുങ്ങളുണ്ടാവില്ല. അപ്പോൾ അവർക്കും ഫാമിലി മാറുക, നമ്മൾ മറ്റ് ഇതിൽ പോകുക, അവർക്കും കൺവേർട്ട് ചെയ്ത് അതർ റിലീജിയൻ ആയവർക്കും അതർ ബാക്ക്വേർഡ് ക്ലാസ്സസിലേക്ക് ആണെങ്കിലും അവർക്ക് 3 വർഷമാണ് ഇളവുള്ളത് കേട്ടോ. 3 വർഷമാണ് ഇളവ്. അപ്പോൾ അതർ ബാക്ക്വേർഡ് കാസ്റ്റ് എന്ന് പഠിച്ചാൽ മതി. OBC എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിക്കാറില്ലേ, അതന്നെ. 3 വർഷം ഇളവ് നമുക്കറിയാം. കാരണം നമ്മളൊക്കെ എക്സാം എഴുതുന്ന ആൾക്കാരല്ലേ. നമുക്ക് എത്ര വയസ്സാണ് വരെയാണ് നമ്മുടെ CSCB എഴുതാമെന്ന് നമുക്കറിയണതാണ് അല്ലേ. പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. അതൊക്കെ അതന്നെ. പക്ഷേ എക്സ് സർവീസ്മാൻ്റെ ഒക്കെ ഒന്ന് നോക്കിക്കോളൂ കേട്ടോ. എക്സ് സർവീസ്മാൻ്റെ ഇതൊന്നും ചിലപ്പോൾ ചോദിക്കുന്നുണ്ടാവില്ല, പക്ഷേ എക്സ് സർവീസ്മാൻ ചോദിക്കാം ചിലപ്പോൾ. എക്സ് സർവീസ്മാൻ പ്രൊവൈഡഡ് ഫർദർ ദാറ്റ് ഇൻ കേസ് ഓഫ് ആപ്ലിക്കൻസ് ഹു ആർ എംപ്ലോയീസ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഫോർ അപ്പോയിൻമെൻറ്റ് ഇൻ ദ അപ്പെക്സ് സൊസൈറ്റീസ്. എക്സ് സർവീസ്മാനും എന്താണ് 3 വർഷമാണ് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ അപ്പോയിൻമെൻറ്റ് ഇൻ ദ അപ്പെക്സ് സൊസൈറ്റീസ് ആൻഡ് അതർ സൊസൈറ്റീസ് ഹാവിങ് ഇപ്പോൾ ജോലി കിട്ടിയിട്ട് പിന്നെ നമ്മൾ അപ്പെക്സിലേക്കൊക്കെ പോവില്ലേ, അപ്പോയിൻമെൻറ്റ് അപ്പെക്സിലേക്കൊക്കെ പോവാമല്ലോ, എംപ്ലോയീസ് ആവും അവർ.
അപ്പോൾ ആ എംപ്ലോയീസിൽ നിന്ന് അപ്പെക്സിലേക്ക് പോകുന്നവർ അല്ലെങ്കിൽ മറ്റു സൊസൈറ്റിയിലേക്കൊക്കെ പോകുന്നവർ അവർക്കാണ് മാക്സിമം ഏജ് ലിമിറ്റ് 50 വയസ്സ്. ഇപ്പോൾ നമുക്ക് ജോലി കിട്ടി, നമ്മൾ ജോലി കിട്ടിയിട്ട് പിന്നെ നമ്മൾ അപ്പെക്സിലേക്ക് പോവുകയാണ്. അപ്പം ഒരു 40 വയസ്സാണെന്ന് വിചാരിക്കുക. ആൾക്ക് 50 വയസ്സാവുന്നത് വരെ എന്ത് ചെയ്യാം, ഈ സൊസൈറ്റിയിൽ നിന്ന് മറ്റ് അപ്പെക്സ് സൊസൈറ്റികളിലേക്ക് അപ്പോയിൻമെൻറ്റിന് പോവാവുന്നതാണെന്നാണ് പറയുന്നത്. ഏജ് ലിമിറ്റ് എത്രയാണ്? 50 വയസ്സാണ് പറയുന്നത് കേട്ടോ. അത് ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കി വയ്ക്കാം. പിന്നെ കുറച്ച് പോസ്റ്റുകൾ പറഞ്ഞിട്ടുണ്ട് 3-ലും 4-ലും ഒക്കെ. 155-ൽ 3-ലും 4-ലും മാക്സിമം ഏജ് ലിമിറ്റ് 45ആണ്. അതായത് അത് പറഞ്ഞിട്ടുള്ളത് എന്താ വെച്ചാൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറും അതുപോലെ KS കാർഡിൻ്റെ റീജിയണൽ മാനേജറുമാണ് ഈ 3-ലും 4-ലും പറയുന്നത്. അവർക്ക് 45 വയസ്സാണ് പറയുന്നത് കേട്ടോ. ഓക്കെ. അപ്പോൾ ആദ്യം നമ്മുടെ കേരള ബാങ്കിൻ്റെ DCB ഒക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഇപ്പോൾ ഒമിറ്റ് ചെയ്ത് പോയിട്ടുണ്ട് കേട്ടോ. ഓക്കെ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഏജ് ലിമിറ്റുമായി ബന്ധപ്പെട്ട് പറയുന്നത്. പിന്നെ ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ്, ഇപ്പോൾ ചോദ്യം ചോദിച്ചാൽ നമ്മളെ ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആണ്. ഫിസിക്കലി ഹാൻഡിക്യാപ്ഡിന് എത്ര വയസ്സ്? 10 വയസ്സ് ഇളവുണ്ട് കേട്ടോ. സോ അതൊന്ന് നോട്ട് ചെയ്യാം, കൂടുതലുള്ളതാണ്. 10 വയസ്സ് ഇളവ് ആർക്കുണ്ട്? ഫിസിക്കലി ഹാൻഡിക്യാപ്ഡിന് 10 വയസ്സ് ഇളവുണ്ട്. ഓക്കെ. പിന്നെ അതുപോലെ വിഡോസ് ആണെങ്കിൽ അവർക്ക് 5 വർഷം കൂടുതൽ എഴുതാം. 5 ഇയേഴ്സാണ് വിഡോസ് ആണെങ്കിൽ. അപ്പർ ഏജ് ലിമിറ്റ് 5 ഇയേഴ്സ് കൂടുതലുണ്ട്. പിന്നെ അതുപോലെ 58 വയസ്സായി കഴിഞ്ഞാൽ പിന്നെ ഒരു ദിവസം പോലും എന്ത് ചെയ്യാൻ പാടില്ല, വർക്ക് ചെയ്യാൻ പാടില്ല. 58 വയസ്സാവുന്നതിൻ്റെ ലാസ്റ്റ് ഡേ ഓഫ് ദ മന്ത് ഇറങ്ങണം എന്നാണ് പറയണത് കേട്ടോ. പക്ഷെ ഇപ്പോൾ ഒരു മന്തിൻ്റെ ഒരു എന്താ പറയുക, അപ്പം ഫസ്റ്റാണ് 1-ാം തീയതിയൊക്കെ ആണെങ്കിൽ തലേ ദിവസം തന്നെ കഴിയും, സർവീസ് കഴിയും, ഇറങ്ങേണ്ടി വരും. ഇപ്പോൾ ജൂൺ 1-നാണ് ആൾക്ക് എന്ത് ചെയ്യുക, 58 വയസ്സാവണതെങ്കിൽ മെയ് 31 ആകുമ്പോൾ തന്നെ ആളുടെ സർവീസ് കഴിഞ്ഞു. എന്നാൽ ഇതിൻ്റെ ഇടയിലൊക്കെ ആണെങ്കിൽ ആൾക്ക് ആ മാസം കൂടി വർക്ക് ചെയ്യാം. അപ്പോൾ അങ്ങനെയാണ് ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ നോ എംപ്ലോയി ഷാൾ ബി എലിജിബിൾ ടു കണ്ടിന്യൂ ഇൻ ദ സർവീസ് ലാസ്റ്റ് ഡേ വരെ പാടുള്ളൂ. ആ മന്തിൻ്റെ ലാസ്റ്റ് ഡേ വരെ ആവാം. 58 വയസ്സ് തികയുന്ന മന്തിൻ്റെ ലാസ്റ്റ് ഡേ വരെ ആൾക്ക് വർക്ക് ചെയ്യാം. ഇപ്പോൾ ജൂണിൽ 20-ാം തീയതിയാണ് 58 വയസ്സാവണമെങ്കിൽ 30 വരെ, ജൂൺ 30 അയാളുടെ സർവീസിൻ്റെ അവസാനത്തെ കാലഘട്ടം ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ എൻഡിൽ, അതായത് ജൂൺ 1 ആണെങ്കിൽ ആൾക്ക് എന്തായാലും 31 അതായത് മെയ് 31 തന്നെ ഇറങ്ങേണ്ടി വരും കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക. പിന്നെ ഉള്ളത് പാർട്ട് ടൈം, അതുപോലെ കണ്ടിൻജൻറ്റ് എംപ്ലോയീസ് ഉണ്ടല്ലോ, പാർട്ട് ടൈം ആയിട്ട് ഡ്രൈവർമാർ അങ്ങനത്തെ ആൾക്കാരൊക്കെ ചില പാർട്ട് ടൈം ഉദ്യോഗസ്ഥരുണ്ടാവും. അവർക്ക് 70 വയസ്സ് വരെ വർക്ക് ചെയ്യാം കേട്ടോ. അതുപോലെ ഈ പിരിവിനൊക്കെ ഉണ്ടാവില്ലേ, ഡെയിലി പിരിവിനൊക്കെ ആൾക്കാരുണ്ടാവും ബാങ്കിൽ അല്ലേ, ഡെയിലി പിരിവിനൊക്കെ അവർക്കൊക്കെ 70 വയസ്സ് വരെയാണ് വർക്ക് ചെയ്യുക. ഒക്കെ പാർട്ട് ടൈം കണ്ടിൻജൻറ്റ് എംപ്ലോയീസ് ആണ്. അപ്പോൾ അവർക്ക് 70 വയസ്സ്. അതിൽ സ്ഥിരപ്പെടുത്തിയ ആൾക്കാരുണ്ടാവും കേട്ടോ, ഇല്ല എന്നല്ല പറയണത്. നോർമലി അവർ സ്ഥിരപ്പെടുത്തുന്ന ആൾക്കാർ കുറവാണ്, അങ്ങനെ ഉണ്ടാവുക. അങ്ങനെ സ്ഥിരപ്പെടുത്തിയ ആൾക്കാരാണെങ്കിൽ നമ്മുടെ മറ്റ് കണ്ടീഷൻസ് നോക്കേണ്ടി വരും. അല്ലെങ്കിൽ 70 വയസ്സ് വരെ വർക്ക് ചെയ്യാം. അതാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഹാൻഡിക്യാപ്ഡ് ആണ് ഇപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ബാക്കിയുള്ളവരുടെയൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഹാൻഡിക്യാപ്ഡിനൊപ്പം 40-ൻ്റെ കൂടെ 10 വയസ്സും കൂടി ഇളവ് വരുന്നുണ്ട്. അപ്പോൾ 50 വയസ്സ് വരെ ആവാം കേട്ടോ. ഓക്കെ. അപ്പോൾ അതാണ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് കേട്ടോ. എസ്റ്റാബ്ലിഷ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കണം. കാരണം നമ്മുടെ ഈ കണ്ടീഷൻസൊക്കെ നമുക്കൊന്ന് അറിഞ്ഞിരിക്കണ്ടേ. നമ്മളോട് എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കുമ്പോൾ നമുക്ക് എസ്റ്റാബ്ലിഷ്മെൻറ്റിൻ്റെ കാര്യങ്ങൾ അറിയില്ല എന്ന് പറയാൻ പാടില്ല, അറിഞ്ഞിരിക്കണം കേട്ടോ. ഓക്കെ. അപ്പോൾ അടുത്തത് നോക്കാം നമുക്ക്. അപ്പോൾ 70 വയസ്സ് വരെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കാം. ഇനി ഇൻ ദ ഇവൻ്റ് ഓഫ് ചേഞ്ച് ഓഫ് നെയിം ഓഫ് എ സൊസൈറ്റി ദ സർട്ടിഫിക്കറ്റ് ടു ബി ഇഷ്യൂഡ് ബൈ ദ രജിസ്ട്രാർ. പേര് മാറ്റുക എന്ന് വിചാരിക്കുക. അപ്പോൾ ആ സമയത്ത് ഫോം നമ്പർ ഏതാ ഉപയോഗിക്കുകയെന്ന് കേട്ടോ. അപ്പൻഡിക്സ് 2-ൽ ഫോം നമ്പർ പറഞ്ഞിട്ടുണ്ടാവില്ലേ, സെക്ഷൻ 10 പ്രകാരം ഏത് ഫോം നമ്പറിലാണെന്ന്. അപ്പോൾ രജിസ്ട്രേഷനായി ബന്ധപ്പെട്ടിട്ടുള്ള ഫോം നമ്പർ നമുക്കങ്ങ് പഠിച്ചു വയ്ക്കാം. 3(3)A 3B 4 പറഞ്ഞിട്ടുള്ളത് ചേഞ്ച് ഓഫ് നെയിം ഓഫ് സൊസൈറ്റി ആണ് കേട്ടോ. രജിസ്ട്രേഷൻ അല്ല, ചേഞ്ച് ഓഫ് നെയിം ഓഫ് സൊസൈറ്റിയുടെ സമയത്താണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. ചേഞ്ച് ഓഫ് നെയിം ഓഫ് സൊസൈറ്റി ഉള്ളപ്പം ഏത് ഇതാണ് ഫോമാണ് ഉപയോഗിക്കുക എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ 3 ഏതാന്ന് നോക്കാം. 1 എന്ന് വെച്ചാൽ ആപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ ആണ്, സബ്മിറ്റ് ചെയ്യുന്നതാണ് 1-ൽ. 2-ൽ എന്താണ് ആപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ, രജിസ്ട്രാർ എൻ്റർ ചെയ്യും, അത് റെസിപ്റ്റ് ചെയ്തു ആപ്ലിക്കേഷൻ്റെ സംഘത്തിൻ്റെ കയ്യിൽ നിന്നും കിട്ടിബോധിച്ചു എന്ന് പറഞ്ഞിട്ട് ചെയ്യണതാണ്, റിസിപ്റ്റാണ് 2. ഓക്കെ. 3 എന്താണ്, 3 ആഫ്റ്റർ രജിസ്ട്രേഷൻ ആണ്, രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നത്, രജിസ്ട്രാർ ഇഷ്യൂ ചെയ്യുന്നതാണ് 3. 3A എന്താണ്, സർട്ടിഫിക്കറ്റ് രജിസ്ട്രേഷൻ ഇറക്കവറബിളി ലോസ്റ്റ് ആയി കഴിഞ്ഞാൽ കൊടുക്കുന്നതാണ്.
തിരിച്ചു കിട്ടാനാവാത്ത വിധം നഷ്ടപ്പെട്ടാലാണ് 3A കേട്ടോ. 3B പുതിയത് നമുക്ക് കൂട്ടിച്ചേർത്തതാണ്. ഇൻ ദ ഇവൻ്റ് ഓഫ് ചേഞ്ച് ഓഫ് നെയിം ഓഫ് സൊസൈറ്റി സർട്ടിഫിക്കറ്റ് ടു ബി ഇഷ്യൂഡ് ബൈ രജിസ്ട്രാർ ഏത് പ്രകാരം 10(2) പ്രകാരം ഫോം നമ്പർ 3Bയിലാണ് കൊടുക്കുക. അപ്പോൾ അതല്ലേ ചോദിച്ചത്, 3B അല്ലേ നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ 3B ആണ് ഉത്തരമായിട്ട് വരിക കേട്ടോ, പേര് മാറ്റുമ്പോൾ കേട്ടോ. 3B കേട്ടോ, 3B. 3A എന്താണ്? 3A എന്താ? തിരിച്ചു കിട്ടാനാകാത്ത വിധം രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ലോസ്റ്റ് ആയാൽ 3A ഫോം നമ്പർ 3A കൊടുക്കണം. 3B എന്താണ്? 3B ചേഞ്ച് നെയിം ഓഫ് സൊസൈറ്റി, പേര് മാറ്റുകയാണ്. അപ്പോൾ അതിന് ഒരു സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യും, അല്ലെ, രജിസ്ട്രാർ ഇഷ്യൂ ചെയ്യും. ആ സമയത്തുള്ളത് ഫോം നമ്പർ 4 എന്താണ്? എല്ലാ രജിസ്റ്റേർഡ് സൊസൈറ്റികളും വിത്ത് അമെൻമെൻറ്റ് എന്തൊക്കെ ബൈലോ അമെൻഡ് ചെയ്തു എന്നതൊക്കെ അതിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ രജിസ്ട്രാറുടെ കയ്യിൽ സൂക്ഷിക്കേണ്ടതാണ് ഈ ഫോം നമ്പർ 4. അതൊരു രജിസ്റ്ററാണ് കേട്ടോ, ഇവരുടെ ഡീറ്റെയിൽസ് ഒക്കെ അടങ്ങിയ രജിസ്റ്ററാണ് ഫോം നമ്പർ 4. ആ ഫോം നമ്പർ 13ാമത്തെ ക്വസ്റ്റ്യൻ, മോർ ദാൻ ഡാഷ് ഓഫ് ദ സബ്സിഡിയറി ഇൻസ്റ്റിറ്റ്യൂഷൻ ഷാൾ ബി ഹെൽഡ് ബൈ എ പ്രൊമോട്ടിംഗ് സൊസൈറ്റി. ഒരു പ്രൊമോട്ടിംഗ് സൊസൈറ്റി ഒരു സബ്സിഡിയറി ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ എത്രയാണ് ഇക്വിറ്റി ഷെയർ കൈവശം വെക്കേണ്ടത് എന്നാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യം പറയുന്നത് എവിടെയാണ്? സെക്ഷൻ 14A പറയുന്നത് കേട്ടോ. സെക്ഷൻ 14A പ്രൊമോഷൻ ഓഫ് സബ്സിഡിയറി ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ദ എക്കണോമിക് വെൽഫെയർ ഓഫ് മെമ്പേഴ്സ് ആണ് 14A പറയണത്. അപ്പോൾ ഹാഫാണ് പറയണത്. ഹാഫ് ഇൻ ദ നോമിനൽ വാല്യൂ ഓഫ് ഇക്വിറ്റി ഷെയർസ് ആണോ വെക്കേണ്ടത് എന്നാണ് പറയുന്നത്. ഹാഫ് ഇൻ ദ നോമിനൽ വാല്യൂ ഓഫ് ഇക്വിറ്റി ഷെയർസ് ആണ് കയ്യിൽ വെക്കേണ്ടത്. ആര്? പ്രൊമോട്ടിംഗ് സൊസൈറ്റി, അവരാണല്ലോ പ്രൊമോട്ട് ചെയ്യുന്നത്. ഓക്കെ, അതുകൂടാതെ അവർക്കൊരു കൺട്രോളും കൂടി വേണം കേട്ടോ. കൺട്രോൾ ദ മാനേജ്മെൻറ്റ് ഓഫ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ കൺട്രോൾ വേണം. പിന്നെ സബ്സിഡിയറി ഇൻസ്റ്റിറ്റ്യൂഷൻ എന്താവാൻ പാടില്ല, ഒരു പാർട്ട്ണർഷിപ്പ് ഫേം ആവാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഹോൾഡ്സ് മോർ ദാൻ ഹാഫ് ഇൻ ദ നോമിനൽ വാല്യൂ ഓഫ് ഇക്വിറ്റി ഷെയർസ് ഇൻ സച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുന്നുണ്ട്. കാരണം അവരാണ് പ്രൊമോട്ട് ചെയ്യുന്നത്, അപ്പോൾ അവർ മോർ ദാൻ ഹാഫ് അവരുടെ കയ്യിൽ വേണം, അത് പറയുന്നുണ്ട്. അടുത്തത്, മിനിറ്റ്സ് ഓഫ് ദ മീറ്റിംഗ് ഷാൾ ബി റെക്കോർഡഡ് ബൈ. മിനിറ്റ്സ് ആരാണ് റെക്കോർഡ് ചെയ്യുന്നതെന്നാണ് 29A ആണ് കേട്ടോ. റൂൾ 29A ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഭാഗമാണ് ഈ ഭാഗം കേട്ടോ. ആ ഭാഗത്തുനിന്ന് ഇതിൻ്റെ മുമ്പേ ഒക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. പ്രൊസീജിയർ ഫോർ മെയിൻറ്റെയിനിങ് ആൻഡ് റെക്കോർഡിങ് ദ മിനിറ്റ്സ് ഓഫ് ദ മീറ്റിംഗ്സ് ഓഫ് ദ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, അതുപോലെ സബ് കമ്മിറ്റീസ്, അതുപോലെ ജനറൽ ബോഡി മീറ്റിംഗ്, ഇതെല്ലാം എന്ത് ചെയ്യണം? എവിടെ റെക്കോർഡ് ചെയ്യണം? മിനിറ്റ്സിൽ റെക്കോർഡ് ചെയ്യണം എന്നാണ് പറയണത്. മിനിറ്റ്സ് ബുക്കിൽ എല്ലാ മീറ്റിങ്ങുകളും കെപ്റ്റ് അണ്ടർ സേഫ് കസ്റ്റഡി ഓഫ് ചീഫ് എക്സിക്യൂട്ടീവിൻ്റെ കയ്യിലാണ്. ഈ റെസ്പെക്റ്റീവ് കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ചീഫ് എക്സിക്യൂട്ടീവിൻ്റെ കയ്യിലാണ്. സേഫ് കസ്റ്റഡിയാണ് ചീഫ് എക്സിക്യൂട്ടീവ് കേട്ടോ. അത് എപ്പോഴൊക്കെ ഇൻസ്പെക്ഷന് പ്രസിഡൻറ്റോ അല്ലെങ്കിൽ മറ്റ് മെമ്പേഴ്സോ ചോദിക്കുന്നുണ്ടോ അത് കൊടുക്കണം, പ്രസൻറ്റ് ചെയ്യണം. അപ്പോൾ മിനിറ്റ്സ് ബുക്ക് മീറ്റിങ്ങിൻ്റെ സേഫ് കസ്റ്റഡി ചോദിച്ചു കഴിഞ്ഞാൽ ചീഫ് എക്സിക്യൂട്ടീവ് ആണ്. പക്ഷേ റെക്കോർഡ് ചെയ്യുന്നത് ചീഫ് എക്സിക്യൂട്ടീവ് ആണോ? അല്ല. അവിടെ പ്രസിഡൻ്റ് ആവാം, അല്ലെങ്കിൽ എനി അതർ കമ്മിറ്റി മെമ്പർ, അല്ലെങ്കിൽ ചീഫ് എക്സിക്യൂട്ടീവ്. ഓർ ക്ലോസ് ആണ് കേട്ടോ. ഇവർ 3 ആരായാലും കുഴപ്പമില്ല എന്നാണ് പറയുന്നത്. മിനിറ്റ്സ് ഓഫ് ദ മീറ്റിംഗ് ഷാൾ ബി റെക്കോർഡഡ് ബൈ ദ പ്രസിഡൻറ്റ് ഓർ എനി മെമ്പർ ഓർ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫ് ദ സൊസൈറ്റി. അപ്പോൾ അത് ഓപ്ഷനിൽ കിടക്കുന്നുണ്ട്. ഡി ഓപ്ഷനാണ് ഉത്തരമായിട്ട് വരിക കേട്ടോ. മൂന്ന് പേരിൽ ആരെങ്കിലും ഒരാൾ ചെയ്താൽ മതി, എന്ത് റെക്കോർഡ് ചെയ്യലോ കേട്ടോ. പിന്നെ ബ്ലാങ്ക് സ്പേസസ് ഒക്കെ എന്ത് ചെയ്യണം? സ്കോർ ഔട്ട് ചെയ്യണം. അത് നമ്മൾ മുമ്പും കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിലും കണ്ടിട്ടുണ്ട് തോന്നുന്നുണ്ട്. ക്ലിയർലി നോട്ട് ചെയ്യണം. എന്നിട്ട് പ്രസിഡൻറ്റും മറ്റ് അതർ മെമ്പേഴ്സ് ഓഫ് ദ ബോർഡും സൈൻ ചെയ്യണം. മിനിറ്റ്സ് ഓഫ് ദ മീറ്റിംഗ് ഷുഡ് ബി സൈൻഡ് ബൈ ദ പ്രസിഡൻറ്റ് ആൻഡ് ഓൾ അതർ മെമ്പേഴ്സ് ഓഫ് ദ ബോർഡ്. ആരാണോ മീറ്റിങ്ങിൽ പങ്കെടുത്തിട്ടുള്ളത് അവർ വന്നിട്ട് നമ്മൾ സൈൻ ചെയ്യണം. എല്ലാ മിനിറ്റ്സ് ബുക്ക് നമുക്കറിയാം, നമുക്കൊരു ബുക്ക് തരും മീറ്റിങ്ങിന് പോകുമ്പം, അതിൽ നമ്മൾ സൈൻ ചെയ്യും. ആൻഡ് ദ പ്രൊസീഡിങ്സ് ഓഫ് ദ പ്രീവിയസ് മീറ്റിംഗ് ഒക്കെ റീഡ് ഔട്ട് ചെയ്യണം. അത് സബ്സീക്വൻറ്റ് മീറ്റിങ്ങിൽ റെക്കോർഡ് ചെയ്യാൻ വേണം. മിനിറ്റ്സ് ബുക്ക് അതുപോലെ സബ് കമ്മിറ്റി മീറ്റിംഗ്, ജനറൽ ബോഡി മീറ്റിംഗ് ഒക്കെ ഇൻസ്പെക്ഷൻ ഓഡിറ്റൊക്കെ ഉണ്ടാകുമ്പം ഓതറൈസ്ഡ് ഓഫീസേഴ്സ് ചോദിക്കുമ്പം ഹാജരാക്കി കൊടുക്കണം എന്നൊക്കെയാണ് ബാക്കി കണ്ടീഷൻസ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉത്തരം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്താ ഉത്തരമായിട്ട് വരുന്നത്? പ്രസിഡൻറ്റ് അല്ലെങ്കിൽ എനി മെമ്പർ ഓഫ് ദ കമ്മിറ്റി അല്ലെങ്കിൽ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആണ് മിനിറ്റ്സ് ഓഫ് ദ മീറ്റിംഗ് റെക്കോർഡ് ചെയ്യേണ്ടത്. എന്നാൽ സേഫ് കസ്റ്റഡി ചോദിച്ചു കഴിഞ്ഞാൽ ആരെ എഴുതണം? സേഫ് കസ്റ്റഡി ചോദിച്ചു കഴിഞ്ഞാൽ റെസ്പെക്റ്റീവ് സൊസൈറ്റിയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അല്ലെങ്കിൽ ചീഫ് എക്സിക്യൂട്ടീവ്, നമ്മൾ ഓഫീസർ എന്ന് പറയില്ല, ഓഫീസർ പദവിയിൽ തന്നെയാണ് ചീഫ് എക്സിക്യൂട്ടീവിനാണ് സേഫ് കസ്റ്റഡി കൊടുക്കുന്നത് കേട്ടോ. അടുത്തത് പറഞ്ഞിട്ടുള്ളത്, ഇഫ് എനി സൊസൈറ്റി എന്തെങ്കിലും ഫെയിലായി ടു സബ്മിറ്റ് ക്വാർട്ടർലി റിട്ടേൺസ് ഫയൽ ചെയ്യാൻ ഫെയിലായി എന്ന് വിചാരിക്കുക. ക്രെഡിറ്റ് ആക്ടിവിറ്റീസുമായി ബന്ധപ്പെട്ടിട്ടുള്ള
ക്വാർട്ടർലി റിട്ടേൺസ് സബ്മിറ്റ് ചെയ്യാൻ ഫെയിലായാൽ ഡ്യൂലി സർട്ടിഫൈഡ് ബൈ ദ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫ് ദ സൊസൈറ്റി ദ രജിസ്ട്രാർ ഷോൾ ഹാവ് ദ പവർ ടു ഇമ്പോസ്. എത്ര ഫൈനാണ് ചുമത്തുക എന്നാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ 66C ആണ്. 66A, B, C 3 പഠിക്കണം. 66Cയിലാണ് സബ്മിഷൻ ഓഫ് റിട്ടേൺസ് ടു സൊസൈറ്റീസ് സബ്മിറ്റ് ചെയ്യേണ്ട റിട്ടേൺസിനെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത് എന്താണ്? 66Cയിലാണ്. ഇവിടെ അമെൻമെൻറ്റ് വന്ന ഭാഗമാണ്. എവറി കോപ്പറേറ്റീവ് സൊസൈറ്റി ഫയൽ ചെയ്യണം വിത്തിൻ 6 months ഓഫ് ദ ക്ലോഷർ ഓഫ് എവറി ഫിനാൻഷ്യൽ ഇയർ ബിഫോർ ദ രജിസ്ട്രാർക്ക് മുൻപാകെ 6 മാസത്തിനകം കേട്ടോ. അത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. 6 മാസത്തിനകം എവറി ഫിനാൻഷ്യൽ ഇയറിൽ 6 മാസത്തിനകം എന്ത് ചെയ്യണം? റിട്ടേൺസ് ഫയൽ ചെയ്യണം. അതിന് ആനുവൽ റിപ്പോർട്ട് ഓഫ് ഇറ്റ്സ് ആക്ടിവിറ്റീസ് പോലെ ഓഡിറ്റഡ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അക്കൗണ്ട്, പ്ലാൻ, ഇതെന്താണെന്നൊക്കെ ജസ്റ്റ് നോക്കണം കേട്ടോ. ലിസ്റ്റ് ഓഫ് അമെൻമെൻറ്റ്സ്, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. റെക്ടിഫിക്കേഷൻ റിപ്പോർട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ വെക്കണം. എവറി കോപ്പറേറ്റീവ് സൊസൈറ്റി ഷാൾ സബ്മിറ്റ് ക്വാർട്ടർലി റിട്ടേൺസ് ഓൺ ക്രെഡിറ്റ് ആക്ടിവിറ്റീസ് ഡ്യൂലി സർട്ടിഫൈഡ് ബൈ ദ ചീഫ് എക്സിക്യൂട്ടീവ്. സർട്ടിഫൈ ചെയ്തിട്ട് വേണം കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ നിന്ന് ഇത് പോകാൻ വേണ്ടിയിട്ട്. അത് രജിസ്ട്രാർ റിവ്യൂ ചെയ്യണം കേട്ടോ. എന്നിട്ട് റെക്ടിഫിക്കേഷൻ റിപ്പോർട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ സബ്മിറ്റഡ് ഓൺ ദ ബേസിസ് ഓഫ് റിപ്പോർട്ട് ഇവാലുവേറ്റഡ് രജിസ്റ്റർ. ഓരോ ക്വാർട്ടറിലും രജിസ്ട്രാർ ഇത് ഇവാലുവേറ്റ് ചെയ്യും. ഇത് ചെയ്തില്ലെങ്കിൽ ഇഫ് എനി സൊസൈറ്റി ഫെയിൽസ് ടു സബ്മിറ്റ് റിട്ടേൺസ് ഫയൽ ചെയ്യാൻ ഫെയിലായി കഴിഞ്ഞാലാണ് രജിസ്ട്രാർ എന്ത് ചെയ്യുക? ഇമ്പോസ് എ ഫൈൻ നോട്ട് എക്സീഡിങ് 10,000 rupees കേട്ടോ. പിന്നെ അത് എങ്ങനെയാണ് തീരുമാനിക്കുക എന്ന് വെച്ചാൽ ഓരോ കാറ്റഗറി അവരെ ക്ലാസിഫിക്കേഷൻ എന്താ വെച്ചാൽ അതിനനുസരിച്ചിട്ടാണ് തീരുമാനിക്കുക. എല്ലാ സംഘത്തിനും ഇത്ര രൂപ അങ്ങനെയല്ല. അപ്പോൾ അത് ബേസ്ഡ് ഓൺ ദെയർ ക്ലാസിഫിക്കേഷൻ. നോട്ട് എക്സീഡിങ് എന്നേ പറയുന്നുള്ളൂ. നോട്ട് എക്സീഡിങ് 10,000 rupees ബേസ്. എല്ലാവർക്കും 10,000 ആവണമെന്നില്ല. അത് അക്കോർഡിംഗ് ടു ദെയർ ക്ലാസിഫിക്കേഷൻ ആൻഡ് കാറ്റഗറി ഓഫ് സൊസൈറ്റി ആസ് മേ ബി പ്രിസ്ക്രൈബ്ഡ് പറഞ്ഞിട്ടുള്ള പോലെയാണ് വരിക. അപ്പോൾ നോട്ട് എക്സീഡിങ് 10,000 എന്തായാലും കൊടുക്കണം. അത് അതിൻ്റെ ഉള്ളിലുള്ളൊരു എമൗണ്ട് ആയിരിക്കും വരിക. അതാണ് പറയുന്നത്. നോട്ട് എക്സീഡിങ് 10,000 ആണ് നമുക്ക് ഉത്തരമായിട്ട് പഠിക്കേണ്ടത് കേട്ടോ. നോട്ട് എക്സീഡിങ് 10,000 കേട്ടോ. അപ്പോൾ അവിടെ 10,000 rupees ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ 10,000 rupees ഉത്തരമായിട്ട് വരിക. ഓക്കെ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ എത്ര ക്വസ്റ്റ്യൻസേ ഉള്ളൂ കേട്ടോ. 15 questions ആയപ്പോൾ ഈ ഭാഗമൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. പഠിക്കുക, മനസ്സിലായെന്ന് വിചാരിക്കുന്നു, ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത കോഡിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. ഓക്കെ, താങ്ക് യു.